this is how we're going to focus on. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുള്ള ഒരു ഏരിയ ആണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം, ശരിയല്ലേ? ഓക്കെ, സോ മെയിൻലി എന്താ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഐ മീൻ ബൈ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്? എന്താ മക്കളെ, ആരെങ്കിലും പറഞ്ഞേ? നെക്സ്റ്റ് വീക്ക് എക്സാം എഴുതാനുള്ളല്ലേ? എന്തായിരുന്നു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഐ മീൻ ബൈ ദ ടേം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ? ആര് ചെയ്യുന്ന പ്രൊസീജിയർ അത്? ഓഡിറ്റേഴ്സ് മിസ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന. എക്സാക്ട്ലി, ഓഡിറ്റേഴ്സ് മിസ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക. വി വിൽ കോൾ ഇറ്റ് ആസ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ആൻഡ് ഓഡിറ്റേഴ്സ് മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള മിസ്റ്റേക്സ് ആണ് കണ്ടുപിടിക്കുക? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിലുള്ള ഡെഫിഷ്യൻസി ആണോ, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ആണോ കണ്ടുപിടിക്കുന്നുണ്ടാവുക? അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള. ഗുഡ്, അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് ഓഡിറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത്, ശരിയല്ലേ? അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ അസേർഷൻസ് എന്തൊക്കെയാണോ, അസേർഷൻസ് ഓരോന്നുമായിരിക്കും ഓഡിറ്റർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചവരാണെങ്കിലും അസേർഷൻ എന്താണ് ഈ സാധനം, ഈ കാര്യത്തിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രം കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടാണ് ഇന്ന് പഠിക്കുന്നുണ്ടാവുക. റാദർ ദാൻ ജസ്റ്റ് റിവിഷൻ, കുറച്ചും കൂടി നമ്മൾ ഡെപ്ത് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഹൗവർ അഗെയിൻ നമ്മളൊക്കെ അറിയാം, വി ഹാവ് ഓൾറെഡി സ്പെൻഡ് അറൌണ്ട് മോർ ദാൻ 20 days ഇൻ അവർ ക്ലാസ് ഓൺലി ഫോർ ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. സോ നമ്മൾ ഒരുപാട് പഠിച്ചിരുന്നു. നമുക്ക് അത്രയും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും സ്റ്റിൽ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഏറെക്കുറെ എന്താണ് സബ്സ്റ്റാൻറ്റീവ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ബേസിക്കലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്താണ് എന്ന് പഠിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ള കാര്യമാണ്, യു മസ്റ്റ് ഓൾവേസ് ലേൺ അബൌട്ട് അസേർഷൻസ്. വെൽ, എന്താണ് മക്കളെ അസേർഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഐ മീൻ ബൈ ദ ടേം അസേർഷൻ? വാട്ട് ഐ മീൻ ബൈ അസേർഷൻ? എന്തായിരുന്നു അസേർഷൻ എന്ന് പറഞ്ഞാൽ? ആരാണ് അസേർഷൻ റേസ് ചെയ്യുന്നത്? സോറി, മാനേജ്മെന്റ് ആണ്. എക്സാക്ട്ലി. സോ നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ്? ഇറ്റ്സ് എ മാനേജ്മെന്റ്. സോ ആസ് എ കമ്പനീസ് മാനേജ്മെന്റ്, they will be responsible for the preparation of the company's financial statements. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള ഓരോ എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? അസറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള അസറ്റും ലയബിലിറ്റിയും എക്സ്പെൻസും ഇൻകവും ഇക്വിറ്റി എല്ലാം ആയിട്ട് റിലേറ്റ് ചെയ്ത് പലതരത്തിലുള്ള ക്ലെയിമുകൾ മാനേജ്മെന്റ് റേസ് ചെയ്യും, അല്ലെങ്കിൽ പലതരത്തിലുള്ള റെപ്രസെന്റേഷൻസ് മാനേജ്മെന്റ് നടത്തും. അങ്ങനെ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് നടത്തുന്ന ക്ലെയിംസ് ആൻഡ് റെപ്രസെന്റേഷൻസ് എന്തൊക്കെയാണോ, ഈ ക്ലെയിംസ് ആൻഡ് റെപ്രസെന്റേഷൻസിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് അസേർഷൻസ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ക്ലെയിംസ് ആൻഡ് റെപ്രസെന്റേഷൻസ് ആണോ നമ്മൾ റേസ് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് റേസ് ചെയ്യുന്നത്, അതിനെയാണ് അസേർഷൻസ് എന്ന് വിളിക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു കമ്പനിയുടെ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് മക്കളെ ഉണ്ടായിരുന്നത്? ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻകവും എക്സ്പെൻസും മാത്രമാണ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ഒരു കമ്പനിയുടെ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻകവും എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് മാനേജ്മെന്റ് എന്തൊക്കെ തരത്തിലുള്ള ക്ലെയിമുകളാണ് റേസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഒരു കമ്പനിയുടെ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് മാനേജ്മെന്റ് എന്തൊക്കെ ക്ലെയിംസ് റേസ് ചെയ്യുന്നു? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ ഒരു കമ്പനിയുടെ എക്സ്പെൻസ് എടുത്തു നമ്മൾ. അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നവർക്ക് ഫ്യൂൽ എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ട്. 30,256 ആണ് ഫ്യൂൽ എക്സ്പെൻസ് ഇൻകർ ആയത്. അപ്പോൾ മാനേജ്മെന്റ് ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 30,256 കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തെ P&L കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും? ഈ ട്രാൻസാക്ഷൻ ഒക്കർ ചെയ്താണ്. ഒക്കറൻസ് എന്ന് പറയുന്ന അസേഷൻ അവർ റേസ് ചെയ്യും. ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവർ പറയാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും? ഒക്കറൻസിന്റെ കേസിൽ അവിടെ അവർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ശരിക്കും ഒക്കർ ചെയ്തിട്ടുള്ളതാണ്, കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒക്കർ ചെയ്തിട്ടുള്ളതാണെന്നായിരിക്കും കമ്പനി ക്ലെയിം ചെയ്യുക. ഇനി കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്,
എന്തൊക്കെയാണോ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കേണ്ടത് അതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് കംപ്ലീറ്റ്നെസ്. ആക്യുറസി എന്ന് പറഞ്ഞാലോ 30,256 ആണ് നമുക്ക് ഫ്യൂൽ എക്സ്പെൻസ് ആയിട്ട് ആയത്. നമുക്കായ സെയിം എമൗണ്ട് 30,256 എന്ന് പറയുന്ന എമൗണ്ട് തന്നെ നമ്മൾ ഫ്യൂൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ആക്യുറസി. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓരോ ട്രാൻസാക്ഷനും കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം വിത്തിൻ ദ കറന്റ് ഇയർ 2022 ഉണ്ടായ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2022 തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് കട്ട് ഓഫ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ട്രാൻസാക്ഷനും പ്രോപ്പർ അക്കൗണ്ടിങ് ഹെഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസാക്ഷൻസ് ഓരോന്നും ഏത് അക്കൗണ്ടിങ് ഹെഡിലാണ് കാണിക്കേണ്ടത്? ഫ്യൂൽ എക്സ്പെൻസ് ആണ്. അങ്ങനെയാണ് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി ഫ്യൂവൽ റീറ്റെയിൽ ചെയ്യുന്ന കമ്പനിയാണോ? അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഓഫ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആസ് പെർ IAS 1 എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്യേണ്ടത് അപ്രോപ്രിയറ്റ്ലി തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് പ്രസന്റേഷൻ. അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഓരോ അസേഷൻസും ആയിരിക്കും ആര് റേസ് ചെയ്യുക? ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് റേസ് ചെയ്യുന്നുണ്ടാവുക. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറിറ്റിക്കൽ ക്വസ്റ്റൻ ആണ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അസേഷൻസ് ഏതൊക്കെയാണ്. ബട്ട് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ക്ലാസ് ഓഫ് ട്രാൻസാക്ഷന്റെ അസേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങളോട് ചോദിക്കും റവന്യൂവിന്റെ അസേഷൻ ഏതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏതൊരു ഇൻകം ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും അത് എന്തിന്റെ അണ്ടറിലാണ് വരിക? ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അണ്ടറിലാണ് എല്ലാ ഇൻകം ആൻഡ് എക്സ്പെൻസും വരുന്നത്. അപ്പൊ ഏതൊരു ഇൻകം തന്നിട്ടും നിങ്ങളോട് ഇപ്പോൾ ഒരു ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അസേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേഷൻ ആണ്. അതർ ഇൻകത്തിന്റെ അസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേഷൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു എക്സ്പെൻസ് വന്നിട്ട് അതിന്റെ അസേഷൻസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം അസേഷൻസ് തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് വേഗം പറഞ്ഞ മക്കളെ. ഒക്കറൻസ് ഉണ്ട്, കംപ്ലീറ്റ്നെസ്, ആക്യുറസി, കട്ട് ഓഫ്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ. ഒക്കറൻസ് എന്തായിരുന്നു? ഒക്കറൻസ് ട്രാൻസാക്ഷൻസ് എല്ലാം ശരിക്കും ചെയ്തിട്ടുള്ളതാണ് ആർക്ക് വേണ്ടിയിട്ട്? കമ്പനിക്ക് വേണ്ടിയിട്ട്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ ട്രാൻസാക്ഷൻസും ഇവന്റ്സും അവരെന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആക്യുറസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാ എമൗണ്ട്സും ആക്യുറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സും കൊടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പറയുന്നതാണ് കട്ട് ഓഫ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാണിക്കേണ്ട അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും ഓരോ കമ്പനിയും ക്ലെയിം ചെയ്യുന്നുണ്ടാവുക. ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. Perfect. So this is how a company will be stating its assertion. And here comes the importance of substantive procedure. ഒരു കമ്പനി ഈ പറയുന്ന അസേഷൻ പ്രകാരമാണ് ഈ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലുമില്ല. ഡെഫിനറ്റ്ലി ദാറ്റ് എക്സ്പെൻസ് വിൽ ബി പക്ക. അത് പക്കയായിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ബട്ട് ഈ പറഞ്ഞ അസേഷൻസ് ഏതെങ്കിലും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ടും അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവും. So as an auditor, we need to understand whether there is a possibility of mistake. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അസേഷൻസ് ഓരോന്നും ടെസ്റ്റ് ചെയ്യണം. കമ്പനിയുടെ എക്സ്പെൻസ്, ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ 30,226 കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും 30,256 തന്നെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കഥ നമുക്കറിയണം. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് പറയാണ് ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എമൗണ്ട് ഒക്കർ ചെയ്തിട്ടുണ്ട്. ഒക്കർ ചെയ്ത ഒരു ട്രാൻസാക്ഷൻ എന്നറിയാൻ എപ്പോഴും ഓർത്ത് നോക്കിയാൽ മതി. നമ്മൾ എപ്പോഴും നമ്മുടെ കമ്പനിയുടെ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ, അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വെച്ചേക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണോ ആ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. ഒരു ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായിട്ട് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ഫ്യൂവൽ എക്സ്പെൻസ് 30,256 കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫ്യൂവൽ എക്സ്പെൻസിന്റെ ഇൻവോയ്സ് നമുക്ക് നോക്കാം. ഫ്യൂവൽ എക്സ്പെൻസ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന പർച്ചേസ് ഓർഡേഴ്സ് നമുക്ക് നോക്കാം. ഫ്യൂവൽ എക്സ്പെൻസ് നമുക്ക് റിസീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ GRന്റെ കോപ്പി നമുക്ക് നോക്കാം. അങ്ങനെയുള്ള പല ഡോക്യുമെന്റ്സ് നമുക്ക് നോക്കാം. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും ഇത് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഹാവ് ആക്ച്വലി ടേക്കൺ പ്ലേസ്. അപ്പൊ എപ്പോഴും ഓർത്താൽ മതി, നിങ്ങൾക്ക് MCQ ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണത്. ഓരോ ട്രാൻസാക്ഷനും ഒക്കറൻസ് എന്ന് പറയുന്ന അസേഷൻ കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഒരു ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ട്രാൻസാക്ഷൻ ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിരിക്കും. എഗ്രി ലെഡ്ജർ
ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിരിക്കും. അതാണ് ഒക്കറൻസ് എന്ന് പറയാം. ഇനി കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താ? എല്ലാ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. എപ്പോഴും ഓർത്താൽ മതി, എല്ലാ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ നേരെ തിരിച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ട്രാൻസാക്ഷനുമായിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ട്രാൻസാക്ഷനുമായിട്ട് വേണം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഫ്യൂവലിന്റെ 10 ഇൻവോയ്സ് ഇരിപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്യൂവലിന്റെ 10 ഇൻവോയ്സ് എടുത്തു. എന്നിട്ട് നിങ്ങൾ ഈ ഫ്യൂവലിന്റെ 10 ഇൻവോയ്സും കമ്പനിയുടെ ലെഡ്ജറിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പൊ 10 ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ 10 കമ്പനിയുടെ ലെഡ്ജറിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? വി ക്യാൻ മേക്ക് ഷുവർ that particular transaction is completely recorded because all the 10 transactions have been included in the company's financials. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് കംപ്ലീറ്റ്നെസ് നോക്കാൻ പറ്റുക. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. MCQ ക്വസ്റ്റ്യൻ 2 രീതി നിങ്ങളോട് ചോദിക്കാം. ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഒക്കറൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊസീജിയർ ആണ് ഓഡിറ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് 4 പ്രൊസീജിയർ തരും. അവിടെ എപ്പോഴും നോക്കിയാൽ മതി, ഒക്കറൻസ് ആണ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഡ്ജറിൽ നിന്നും ഏതെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിലേക്കായിരിക്കും മാച്ച് ചെയ്യുന്നുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് കംപ്ലീറ്റ്നെസ് ആണ് നിങ്ങളോട് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എഗ്രി ദ ഇൻവോയ്സസ് ടു ദ ജനറൽ ലെഡ്ജർ ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും കംപ്ലീറ്റ് ആണോ എന്ന്. ഇനി നിങ്ങൾക്ക് MCQന് നേരെ തിരിച്ചും ക്വസ്റ്റ്യൻസ് വരാം. അതായത് നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം അത് ഏത് അസേർഷൻ ആണെന്ന്. അപ്പൊ ഒരു പ്രൊസീജിയർ ആണ് തന്നേക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ നോക്കുക, അവിടെ ആദ്യമേ ട്രാൻസാക്ഷനിൽ നിന്നാണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിലേക്ക് പോയേക്കുന്നത്, അത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ നിന്ന് ട്രാൻസാക്ഷനിലേക്കാണോ മാച്ച് ചെയ്തേക്കെന്ന് നോക്കുക, അക്കോർഡിംഗ്ലി എഴുതുക. ക്ലിയർ ആയ മക്കളെ? ഇനി ആക്യുറസി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷൻസ് ഓരോന്നും അപ്രോപ്രിയേറ്റ് എമൗണ്ടിൽ തന്നെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാണ്. അപ്പൊ ആക്യുറസി കൺഫേം ചെയ്യാൻ ഓഡിറ്റർക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ട് ആക്യുറസി കൺഫേം ചെയ്യാൻ ഓഡിറ്റർ ചെയ്യാറുള്ള കാര്യം എന്തായിരുന്നു? റീകാൽക്കുലേഷൻ. ശരിയല്ലേ? നമുക്ക് എപ്പോഴും റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആക്യുറസി കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയായിരിക്കും, വി ക്യാൻ ഡെഫിനറ്റ്ലി മാച്ച് വിത്ത് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫ്യൂൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ ഫ്യൂൽ എക്സ്പെൻസിന്റെ ഇൻവോയ്സ് എടുത്ത് നോക്കിയാൽ മതി. ഇൻവോയ്സിന്റെ അകത്തുള്ള സെയിം എമൗണ്ട് തന്നെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ആക്യുറേറ്റ് ആണെന്ന്. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ ആക്യുറസി കൺഫേം ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ, യാ. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നോക്കാനാണ് കട്ട് ഓഫ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കട്ട് ഓഫ് ആണോ ഒരു കമ്പനി കറക്റ്റ് ആണോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എടുക്കുക, എന്നാണ് ആ ട്രാൻസാക്ഷൻ ഒക്കർ ചെയ്തെന്ന് നോക്കുക, എന്നാണ് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് നോക്കുക. ഒക്കർ ചെയ്തേക്കുന്ന ഡേറ്റും റെക്കോർഡ് ചെയ്തേക്കുന്ന ഡേറ്റും സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ കട്ട് ഓഫ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ബിക്കോസ് ദാറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കാം. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അത് കിടക്കുന്ന ഡേറ്റ് എന്നാണോ ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് അന്ന് തന്നെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് നോക്കുക. ആണെങ്കിൽ കട്ട് ഓഫ് കറക്റ്റ് ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ ഈസ് വെരി സിമ്പിൾ. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ നമുക്ക് എപ്പോഴും എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുത്താൽ മതി. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ പർട്ടിക്കുലർ ഫ്യൂൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എമൗണ്ട് കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ അത് വരേണ്ടതാണെന്ന് വെച്ചു. അങ്ങനെയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക, അതിൻ്റെ അത് ഫ്യൂൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണ്. ഫൈനലി പ്രസന്റേഷൻ IAS 1 പ്രകാരം എങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടത് അപ്രോപ്രിയറ്റ്ലി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനും, ഏതൊരു ഇൻകം ആണെങ്കിലും ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും ആസ് എൻ ഓഡിറ്റർ നമ്മൾ പ്രൊസീജിയർ ചെയ്യുക. അപ്പോൾ ഒക്കറൻസ് കറക്റ്റ് ആണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. കംപ്ലീറ്റ്നെസ് കറക്റ്റ് ആണെന്ന് അറിയാൻ ഒരു സാമ്പിൾ ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എടുത്തിട്ട് ട്രാൻസാക്ഷൻ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. ആക്യുറസി കറക്റ്റ് ആണെന്ന് അറിയാൻ റീകാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കാം. കട്ട് ഓഫ് കറക്റ്റ് ആണെന്ന് അറിയാൻ നമ്മൾ പറഞ്ഞു നമുക്ക് ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് അത് ഏത് അക്കൗണ്ടിംഗ് പീരീഡിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അവിടെ തന്നെയാണ് കാണിച്ചേക്കുന്നത് നോക്കാം. എസ്പെഷ്യലി അവിടെ നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇയർ എൻഡിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ നമ്മളെപ്പോഴും എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തൊക്കെ നോക്കാം. പ്രസന്റേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ് എങ്ങനെ തന്നെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അപ്രോപ്രിയറ്റ്ലി ആണ് പ്രസന്റ് ചെയ്തേക്കുന്നത് നോക്കാം. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ അസേർഷൻസും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് അസേർഷൻ എന്ന് പഠിച്ചു. മാനേജ്മെന്റ് ഇങ്ങനെ റേസ് ചെയ്യുന്ന ഓരോ ക്ലെയിമിനെയാണ് നമ്മൾ അസേർഷൻ എന്ന് വിളിക്കുക. ആസ് ആൻ ഓഡിറ്റർ ഈ അസേർഷൻസ് ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? We will call it as substantive procedure. അപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറും നമ്മൾ മെയിൻലി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഇറ്റ് വിൽ ബി ഫോർ ദ പേർപ്പസ് ഓഫ്
It will be for the purpose of ensuring that the company's financial statements are appropriately prepared and assertions are being properly stated. അപ്പോൾ assertions ഓരോന്നും കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാനായിരിക്കും നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് ചെയ്യുക. Is that clear everyone? Yes, sir. Yes, sir. Yes. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ assertions for the class of transactions. Same as that, we have also studied about the assertions for the account balances. Account balance എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ വരുന്നത്? അക്കൗണ്ട് ബാലൻസിന്റെ അകത്ത് Asset liability. Liability, equity. ലയബിലിറ്റി, ഇക്വിറ്റി. അപ്പോൾ ഒരു കമ്പനിയുടെ ഏത് അസറ്റ് ആയിട്ടോ ഏത് ലയബിലിറ്റി ആയിട്ടോ ഏതൊരു ഇക്വിറ്റി ആയിട്ടോ റിലേറ്റ് ചെയ്തോ എന്തൊക്കെയാണ് മാനേജ്മെന്റ് റേസ് ചെയ്യുന്ന ക്ലെയിം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ ക്ലെയിം ആയിരിക്കും പറയാ? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് പറഞ്ഞ കമ്പനി ക്ലെയിം ചെയ്യുന്നത് എന്തായിരിക്കും? അവർ റെക്കോർഡ് ചെയ്തേക്കുന്ന ഓരോ അസറ്റ്സും ലയബിലിറ്റിയും ഇക്വിറ്റിയും ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ ഉള്ളത് മാത്രമേ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ എന്നായിരിക്കും അവർ പറയാം. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ അവർ എന്തായിരിക്കും പറയാം? നമ്മുടെ കമ്പനിയുടെ മേലെ കമ്പനിയിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടോ അസറ്റ്സിന്റെ ഒക്കെ മേലെ കമ്പനിക്ക് റൈറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണോ കമ്പനിക്ക് ഒബ്ലിഗേഷൻ ആയിട്ടുള്ളത്, കടമയുള്ളത്, അതൊക്കെ അവർ ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരുന്നു റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ അസറ്റ്സും ലയബിലിറ്റിയും ഇക്വിറ്റിയും റെക്കോർഡ് ചെയ്യേണ്ടത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കണോ അതെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ്നെസ്. ആക്യുറസി വാലുവേഷൻ അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓരോ ട്രാൻസാക്ഷൻസും ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കേണ്ടത് അതും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് ആക്യുറസി വാലുവേഷൻ അലൊക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എഗെയിൻ ട്രാൻസാക്ഷൻസ് ഓരോന്നും കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയും, പ്രോപ്പർ അക്കൗണ്ടിങ് ഹെഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് വെരി ഫൈനലി പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് IAS 1 പ്രകാരം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് പ്രസന്റേഷൻ. സോ സപ്പോസ് കൺസിഡർ ദാറ്റ് ഒരു കമ്പനി പറയുന്നു ആ കമ്പനിയിൽ വെഹിക്കിൾ എന്ന് പറയുന്ന അസറ്റ് ഉണ്ട് ആൻഡ് അവരുടെ കമ്പനിയിൽ മൊത്തം 2 വെഹിക്കിൾ ആണുള്ളത്, ഈച്ച് ഓഫ് വിച്ച് കോസ്റ്റ് 1000 rupees ഈച്ച്. സോ 2000ന്റെ വെഹിക്കിൾ ഉണ്ടെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സോ അങ്ങനെ 2000ന്റെ വെഹിക്കിൾ ഉണ്ടെന്ന് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വെഹിക്കിൾ വർത്ത് 2000. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, വിച്ച് മീൻസ് ഇംപ്ലിസിറ്റ്ലി ഓർ എക്സ്പ്ലിസിറ്റ്ലി കമ്പനി എന്തൊക്കെയായിരിക്കും പറയാൻ ശ്രമിക്കുക? ഫസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റൻസ്. നമ്മുടെ കമ്പനിയിലുള്ള അസറ്റ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, നമ്മുടെ കമ്പനിക്ക് ഈ പറയുന്ന 2 വെഹിക്കിളിന് മേലെയും ഓണർഷിപ്പ് ഉണ്ട്, എല്ലാ വെഹിക്കിളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആസ് പെർ IAS 16 എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നോൺ കറന്റ് അസറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, പ്രോപ്പർലി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ആസ് ആൻ ഓഡിറ്റർ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദീസ് ക്ലെയിംസ് ആർ വാലിഡ് ഓർ നോട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? അഗെയിൻ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പൊ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും അത് കൺഫേം ചെയ്യാൻ പറ്റുക? എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വി വിൽ ഓൾവേസ് ഗോ ഫോർ ഫ്ലോർ ടു ഷീറ്റ് ഓർ ഷീറ്റ് ടു ഫ്ലോർ. വിച്ച് വൺ വി യൂസ് ടു ഡു ഫോർ എക്സിസ്റ്റൻസ്? ഏതായിരുന്നു മക്കളെ? Sheet to floor. Exactly. We will perform a test of sheet to floor. Sheet to floor test ആണ് നമ്മൾ മെയിൻലി എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഷീറ്റ് ടു ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? നമ്മുടെ ഡോക്യുമെന്റ്സ് ഏതാണോ ആ ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സപ്പോർട്ടിങ്സുമായിട്ട് മെയിൻലി മാച്ച് ചെയ്ത് നോക്കും. സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് ഒരു കമ്പനിയുടെ ബുക്സ് പ്രകാരം കമ്പനിക്ക് 2 വെഹിക്കിൾ ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഷീറ്റിൽ നമ്മുടെ ബുക്സിൽ എഴുതിയേക്കുന്ന 2 വെഹിക്കിൾ എന്നാണ് നമ്മൾ നേരെ പോയിട്ട് നോക്കും, കമ്പനിക്ക് 2 വെഹിക്കിൾ തന്നെയാണ് ഉള്ളത്. ഫിസിക്കലി പോയിട്ട് ചെക്ക് ചെയ്യാണ് കമ്പനിക്ക് 2 വെഹിക്കിൾ ഉണ്ടോ? ഉണ്ട്. സോ കമ്പനി പറഞ്ഞ സത്യമാണ്, എക്സിസ്റ്റൻസ്, വി ഹാവ് കൺഫേം ദാറ്റ്. അതേപോലെ തന്നെ നമുക്കറിയണം കമ്പനി എല്ലാ വെഹിക്കിളും കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന്. സോ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ നമ്മൾ നേരെ തിരിച്ചെന്ത് ചെയ്താൽ മതി? വി ക്യാൻ ഗോ ഫോർ ഫ്ലോർ ടു ഷീറ്റ് ടെസ്റ്റ്. ഫ്ലോർ ടു ഷീറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക? നമ്മുടെ ഫ്ലോറിൽ എത്ര അസറ്റ്സ് ഇരിപ്പുണ്ടെന്ന് നോക്കി എന്ന് വെച്ചാൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പ്രകാരം അല്ലെങ്കിൽ ഫിസിക്കലി പോയിട്ട് നമ്മൾ നോക്കുകയാണ് എത്ര അസറ്റ് ആണ് കമ്പനിക്ക് ഉള്ളത്. ഫൈൻ, കമ്പനിക്ക് ഇൻ ടോട്ടൽ 10 അസറ്റ് ഉണ്ട്. അങ്ങനെയാണ് ആ 10 എണ്ണവും ബുക്സിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഏത്? ഇറ്റ്സ് എ ഫ്ലോർ ടു ഷീറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇൻ ദ ഫ്ലോർ ടു ഷീറ്റ് ടെസ്റ്റ് വാട്ട് വി വിൽ ബി ഡൂയിങ്? We will be looking at the company's asset and we will be ensuring whether that have been included within the company's financial statements. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് ഫ്ലോർ ടു ഷീറ്റ് എന്ന് പറയാം. അപ്പൊ ഫ്ലോർ ടു ഷീറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു what? Supporting document to the company's financials. സോ അങ്ങനെയായിരിക്കും നമ്മൾ കംപ്ലീറ്റ്നെസ് കൺഫേം ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കമ്പനിക്ക് എന്തെങ്കിലും അസറ്റ്സിന് മേലെ റൈറ്റ്സ് ഉണ്ടോ
ഏതെങ്കിലും ഒബ്ലിഗേഷൻസ് ലയബിലിറ്റി ആയിട്ട് കാണിക്കാനുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ക്യാൻ മാച്ച് ഇറ്റ് വിത്ത് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. ശരിയല്ലേ? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. എസ്പെഷ്യലി വെഹിക്കിളിന് മേലെ റൈറ്റ്സ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡ്സ് ഒക്കെ നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും വെഹിക്കിളിന് മേലെ റൈറ്റ്സ് ഉള്ളതാണോ എന്ന്. സോ വെഹിക്കിളിന് മേലെ റൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എ കമ്പനീസ് അസറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് മാച്ച് ചെയ്യാം റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ മക്കളെ? Yes, sir. Yeah. Yes, sir. Accuracy, valuation, allocation അറിയാനായിട്ട് what we need to do? We need to ensure whether the transactions are being recorded in accordance with the standards. അപ്പൊ IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് പ്രകാരം കാണിക്കേണ്ട ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് പ്രകാരം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഡെപ്രിസിയേഷൻ പോലെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? റീപെർഫോം ചെയ്ത് നോക്കാം. ഇവിടെയും നമുക്ക് എപ്പോഴും ആക്യുറസി കൺഫേം ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? Normally we can go for re-performance of the calculation so that we will be able to understand whether those transactions are being appropriately recorded. Classification correct ആണെന്ന് അറിയണം. നോൺ കറന്റ് അസറ്റ് ഒക്കെ പ്രോപ്പർലി നോൺ കറന്റ് അസറ്റിന്റെ അകത്ത് തന്നെ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. എന്താ ചെയ്യാൻ പറ്റുക? Again we can take the breakdown of non-current assets. അല്ലാന്നുണ്ടെങ്കിൽ നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ നോക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. ഫൈനലി പ്രസന്റേഷൻ as per IAS 1 എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുക in order to ensure that the account balances are properly recorded. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്ത് തന്നെയാണ്? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. ക്ലിയർ ആയോ? Yes, sir. Yes. I believe you might have already learned about all these assertions before, and it was just an introduction to give an overall understanding regarding what is the actual use of substantive procedures. So this is how we will be using substantive procedures during an audit. So auditing സമയത്ത് നമ്മൾ substantive procedures യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ. ആൻഡ് വൺ മോർ തിങ് ഗൈസ്. So well, we need to clearly understand a fact that substantive procedures എന്ന് പറയുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിന്റെ അകത്ത് അല്ലെങ്കിൽ അസേർഷൻ ലെവലിൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്നൊരു സിംഗിൾ ഹെഡ് ആയിട്ട് പറയുമെന്നുണ്ടെങ്കിലും ഞാൻ ക്ലിയർലി പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. There is substantive analytical procedures and substantive test of details. നിങ്ങളോട് എക്സാമിന് ഒന്നെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക what are the substantive procedures that need to be performed by the auditor എന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക what are the substantive analytical procedures that need to be performed by the auditor എന്ന് പറഞ്ഞ് ചോദിക്കും. സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് നോർമലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നായിരിക്കും ഒന്നെങ്കിൽ എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്താണ് ചെയ്യേണ്ടതെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ജസ്റ്റ് സോറി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറഞ്ഞു. അപ്പോ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറ്റില്ലല്ലോ. എഴുതാൻ പറ്റും, അതിലേക്ക് വരുക ഒരു സെക്കൻഡ്. ഓക്കെ. സോ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും കൂടെ കമ്പൈൻഡ് ആവുന്നതാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. So automatically, if the examiner is asking you to give substantive procedures, we can definitely include the substantive analytical procedures as well as the test of details. അപ്പോൾ എന്താണ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് ആദ്യമേ നോക്കാം. സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന വഴി ഒരിക്കലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. 2014 2013 കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫിഗേഴ്സ് ഉണ്ട്. സപ്പോസ് കൺസിഡർ ദാറ്റ് കമ്പനിയുടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് 2013 ഇറ്റ് വാസ് 20,000 ആൻഡ് ഇൻ ദ ഇയർ 2014 ഓൾസോ ദ എമൗണ്ട് റിമെയിൻസ് ദ സെയിം 20,000. സോ നോർമലി പി പിയുടെ ബാലൻസ് കറന്റ് ഇയറിലും പ്രീവിയസ് ഇയറിലും സെയിം എമൗണ്ട് ആയിട്ട് വരാറുണ്ടോ മക്കളെ? ഇല്ല. കാരണം എന്താ? Depreciation. അല്ലേ? So you are comparing the current year balance and the previous year balance, and as you can see there is zero difference. So zero difference എന്ന് പറയുന്ന ഒരു unusual ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? So there is a possibility of mistake. ഇങ്ങനെ നമ്മുടെ കറന്റ് ഇയറും പ്രീവിയസ് ഇയറും ബാലൻസുകൾ കമ്പയർ ചെയ്ത് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ്
നമ്മളിവിടെ കമ്പാരിസൺ നടത്തിയിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വഴി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളോട് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തായിരിക്കും പറയേണ്ടത്? യു നീഡ് ടു മെൻഷൻ അബൌട്ട് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ current year and the previous year balances, or current year and industry standards, in order to find out unusual relationship. Current year and previous year ആയിട്ട് കമ്പയർ ചെയ്ത് unusual relationship കണ്ടുപിടിക്കാനായിട്ടുള്ള കഥയായിരിക്കണം പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പഠിച്ചിരുന്നു. ഇങ്ങനെയുള്ള കമ്പാരിസനെയാണ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങളോട് റിസീവബിൾസിന്റെ കംപ്ലീറ്റ്നെസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക അവിടെ റിസീവബിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ ബാലൻസുകളാണ് കമ്പയർ ചെയ്യാനായിട്ടുള്ളത്. സോ യു ക്യാൻ കമ്പയർ ദ റിസീവബിൾസ് ടേൺ ഓവർ ഓർ റിസീവബിൾസ് കളക്ഷൻ പീരിയഡ് വിത്ത് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻ കേസ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫ്ലക്ച്വേഷൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസീവബിൾസിന്റെ ഇർറിക്കവറബിൾ ഡെപ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എടുക്കാം, എന്നിട്ട് അത് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അലവൻസ് ഫോർ ഇറക്കവറബിൾ ഡെപ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് ക്രെഡിറ്റ് സെയിൽ എടുക്കാം, അത് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള കമ്പാരിസൺസിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം നിങ്ങളോട് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ആയിട്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ പറയേണ്ടത്. ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് കറന്റ് ഇയറും പ്രീവിയസ് ഇയറും കമ്പാരിസൺ ആയിരിക്കും സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. ഇനി സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ അലൻ ആയ ഞാൻ പെർഫോം ചെയ്തു. അലൻ എന്ന് പറയുന്ന ഓഡിറ്ററായി ഞാൻ 0 ബാലൻസ് കണ്ടുപിടിച്ചു. നിങ്ങളാണ് മാനേജ്മെന്റ്. എനിക്കറിയേണ്ട എന്തുകൊണ്ട് അവിടെ 0 ഡിഫറൻസ് വന്നതെന്ന്. സോ 0 ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ 100% ഉറപ്പ് പറയാൻ പറ്റുമോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്? ഇല്ല. അപ്പൊ എനിക്കറിയണം എന്തുകൊണ്ടാണ് അവിടെ 0 ഡിഫറൻസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻക്വയറി ആണ് നിങ്ങളുടെ അടുത്ത്. ഐ എം എൻക്വയറിംഗ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റീസൺ ഫോർ ദ unusual variance in unusual difference in PPE as the difference becomes 0. അപ്പൊ ഞാൻ നിങ്ങളോട് എൻക്വയറി ചെയ്യാണ്. അപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ പുതിയതായിട്ടൊരു അസറ്റ് വാങ്ങിച്ചു 2000-ന്റെ. കറന്റ് ഇയർ ഡിപ്രിസിയേഷൻ 2000 ആയിരുന്നു. സോ 2000 ഡിപ്രിസിയേഷൻ കുറച്ചതാണ്, പക്ഷേ നമ്മുടെ ആ ഒരു അഡീഷനും കൂടെ വന്ന കാരണം കൊണ്ടാണ് ഡിഫറൻസ് ഇല്ലാണ്ട് ടോട്ടൽ ബാലൻസ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയണം ഓക്കെ ഫൈൻ, അങ്ങനെയാണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ സ്കെഡ്യൂൾ കാണിക്കുക. അതേപോലെ തന്നെ നോൺ കറന്റ് അസറ്റിന്റെ രജിസ്റ്റർ കാണിക്കുക. അതിൻ്റെ അകത്ത് ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറച്ചിട്ടുണ്ടോ നോക്കട്ടെ. നിങ്ങൾ കാണിച്ചു ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷൻ ഓഫ് ന്യൂ അസറ്റ്സ് രജിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് ഈ അസറ്റിന് മേലെ ഓണർഷിപ്പ് ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ കമ്പനിയോട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിച്ചു, അവർ തന്നു. അതേപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ അസറ്റ് അഡീഷൻ നടത്തിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയണം അത് എക്സിസ്റ്റിംഗ് ആണോ, കമ്പനിയിൽ ഫിസിക്കലി ഇരിപ്പുണ്ടോ. നമ്മൾ പോയിട്ട് ഫിസിക്കലി പോയി ഇൻസ്പെക്ട് ചെയ്യാണ് കമ്പനി തന്നെ ഉണ്ടോ എന്ന്. യെസ്, കമ്പനി തന്നെ ഉണ്ട്. സോ ലിറ്ററലി വി അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ കമ്പനി. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്താണോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിൽ കോൾ ഇറ്റ് എ സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ടിംഗ് എവിഡൻസസ് ഒക്കെ യൂസ് ചെയ്ത് ഓരോ ട്രാൻസാക്ഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് എന്ന് നോക്കുന്നതാണ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയാം. ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മെയിൻലി എന്താണ്, സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആണ്. അതായത് എമൗണ്ട് പ്രീപേ ചെയ്ത് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു ആക്യുറേറ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻസും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് മാച്ച് ചെയ്ത് നോക്കുന്നു. ഇൻവോയ്സസ് ഇയറിന് ശേഷം പേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വന്നത് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ഒന്നെങ്കിൽ എക്സാമിന് എന്ത് ചോദിക്കാം, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ നോർമലി എഴുതാറുള്ള പോലെ തന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എഴുതാം. അതേപോലെ തന്നെ നോർമലി നിങ്ങൾ എന്താണോ സബ്സ്റ്റാൻറ്റീവ്സ് ആയിട്ട് ഇത്രയും നാളും പഠിച്ചു വെച്ച് എഴുതിക്കൊണ്ടിരുന്നത് അത് എഴുതുക. ഓൺ ദ അതർ ഹാൻഡ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കമ്പാരിസൺ ഉള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. കറന്റ് ഇയറും പ്രയർ ഇയറോ കറന്റ് ഇയറും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സിന്റെ അകത്തുള്ള എമൗണ്ട്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന മാത്രമായിരിക്കും സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. ബട്ട് അഗെയിൻ ടു ബി ഫ്രാങ്ക്, നിങ്ങളോട് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയായിരിക്കും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും റാദർ ദാൻ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചോദിച്ചാലും ഇറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ 4 to 6 മാർക്സ്. 4 തൊട്ട് മാക്സിമം 6 മാർക്സ് വരെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അസേർഷൻസ്, എന്താണ് ഓവറോൾ അബൌട്ട് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ, അനലിറ്റിക്കൽ പ്രൊസീജിയർ, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്, എക്സാമിന് എന്ത് ചോദിക്കും, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? Alright. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഓവറോൾ ഇൻട്രൊഡക്ഷൻ വിത്ത് റിഗാർഡിംഗ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പൊ നമുക്ക് ഇനിയാണ് ശരിക്കും നമ്മുടെ എക്സാമിന് എന്താണ് ആസ് പാർട്ട് ഓഫ് ദി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം
നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം ഫ്രം ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ എന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 യു ക്യാൻ ഗെറ്റ് ജനറൽ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ പലതരത്തിലുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് റിലേറ്റിംഗ് ടു ദ റിസീവബിൾസ്, പേയബിൾസ്, റവന്യൂ, അങ്ങനെ കുറെ ഏരിയസിനെ കുറിച്ച് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്താണോ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിട്ടുള്ളത് സിനാരിയോയിലൊന്നും ഒന്നും തരാതെ നിങ്ങളോട് ഡയറക്ട്ലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കാം. നമ്പർ 2 യു മൈറ്റ് ഗെറ്റ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് സിനാരിയോ. ഒരു കമ്പനിയുടെ സിനാരിയോ തരും, ആ സിനാരിയോയ്ക്കകത്ത് സബ്സ്റ്റാൻറ്റീവ്സിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കാം. ദെൻ അഗെയിൻ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. അസേർഷൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കും, what are the substantive procedures that need to be performed by the auditor in order to confirm the valuation of inventory, in order to confirm the valuation of receivables എന്ന് പറഞ്ഞു തന്നെ നിങ്ങളോട് അസേർഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ what are the substantive procedures that need to be performed by the auditor in order to ensure the cut off of revenue എന്ന് പറഞ്ഞ് അസേർഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ഇനി ഇതിനു പുറമെ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നിങ്ങളോട് ചോദിക്കാം. ആൻഡ് ഫൈനലി ഇതിനെല്ലാത്തിനും പുറമെ MCQ ആയിട്ടും സബ്സ്റ്റാൻറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും രീതിയിലാണ് സബ്സ്റ്റാൻറ്റീവ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലരെ സംബന്ധിച്ച് എങ്ങനെ സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചാലും there is only one method. എന്താണോ പഠിച്ചേക്കുന്നത് അത് നേരെ പോയി എഴുതി വെക്കുക. സോ ഐ ഹാവ് ഗിവൺ യു നോട്ട്സ് ഓൺ സബ്സ്റ്റാൻറ്റീവ്സ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് മോർ ദാൻ 140 പോയിന്റ്സ് അബോവ്. ആൻഡ് ആ പോയിന്റ്സ് മൊത്തം പഠിച്ചിട്ട് അതേപോലെ തന്നെ എന്ത് ചോദിച്ചാലും കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫോർ ഷുവർ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ വെച്ചും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം സബ്സ്റ്റാൻറ്റീവ്സ് ബൈ ഹേർട്ട് മാത്രം പഠിക്കാനായിട്ടുള്ളതല്ല, മീനിങ് മനസ്സിലാക്കിയ സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കുക. അതിന് ശേഷം എന്താണോ സിനാരിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് ചോദിച്ചേക്കുന്നത് അതിനനുസരിച്ച് എഴുതുക. യു വിൽ ഗെറ്റ് മാർക്സ്. ഓൺ ദ അതർ ഹാൻഡ് മാർക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ് എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് നോക്കുക. ജനറൽ സബ്സ്റ്റാൻറ്റീവ് ആണോ ചോദിച്ചേക്കുന്നത് പഠിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. പക്ഷേ ജനറൽ സബ്സ്റ്റാൻറ്റീവ് അല്ലേ ചോദിച്ചേക്കുന്നത്, ഉറപ്പായിട്ടും നേരെ കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർലി നോക്കണം നിങ്ങളോട് എന്ത് തരത്തിലുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത്. മനസ്സിലായ മക്കളെ പറഞ്ഞത്? സോ ആദ്യം നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഒരു സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയുന്ന സാധനം ചോദിക്കുമ്പോൾ വാട്ട് യു നീഡ് ടു ഇൻക്ലൂഡ് ആസ് പാർട്ട് ഓഫ് ദി സബ്സ്റ്റാൻറ്റീവ്സ്. ഏതൊരു സബ്സ്റ്റാൻറ്റീവിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നാലും മെയിൻലി യു നീഡ് ടു ഇൻക്ലൂഡ് 3 things there. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണോ നിങ്ങളുടെ പ്രൊസീജിയർ ആ പ്രൊസീജിയർ ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പ്രൊസീജിയർ എന്ന് പറയുമ്പം എൻക്വയർ, ഇൻസ്പെക്ട്, ഒബ്സർവ്, റീകാൽക്കുലേറ്റ്, അസസ്, സ്ക്രൂട്ടനൈസ്, മോണിറ്റർ, ഈ പറയുന്ന സാധനങ്ങൾക്കാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. സോ യു ഹാവ് ടു ക്ലിയർലി ഇൻക്ലൂഡ് എ പ്രൊസീജിയർ. എൻക്വയർ ആണോ, ഇൻസ്പെക്ട് ആണോ, ഒബ്സർവ് ആണോ, എന്താണോ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ആ പ്രൊസീജിയർ പറയുന്നുണ്ടാണ്. If any one of you need, you can take a snap of this. So basically procedure എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിൽ ഏത് വേണേലും നിങ്ങൾക്ക് പ്രൊസീജിയർ ആയിട്ട് എഴുതാം. അനലൈസ്, എഗ്രി, അസർട്ടൈൻ, അസസ്, കമ്പയർ, എൻക്വയർ, എക്സാമിൻ, ഒബ്റ്റെയിൻ, റീകാൽക്കുലേറ്റ്, റീകൺസൈൽ, ഇതെല്ലാം പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നെയിം ഓഫ് ദി ഡോക്യുമെന്റ് ഓർ ദ ഇൻഫർമേഷൻ യു വോണ്ട്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണോ വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേരെന്താന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേർപ്പസ് എന്താണോ ആ പർപ്പസും ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അതായത് ഒരു പർട്ടിക്കുലർ കേസിൽ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരു കമ്പനി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കമ്പനി റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ എമൗണ്ട് 10,000 ആണ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പ്രൊവിഷൻ എമൗണ്ട് കുറവാണ് ഈ പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, അതാണ് നമ്മുടെ പ്രൊസീജിയർ. എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഹാസ് ബീൻ ഡിക്രീസ് ആസ് കമ്പയർഡ് വിത്ത് ദ പ്രയർ ഇയർ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? എന്ത് റാഷണൽ അല്ലെങ്കിൽ എന്ത് അസംഷന്റെ ബേസിസിലാണ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പ്രൊവിഷൻ ഈ വർഷം കുറച്ചത്? ഇത്രയും നോർമലി എല്ലാവരും എഴുതി വെക്കും. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഹാസ് ബീൻ റെഡ്യൂസ് ആസ് കമ്പയർഡ് വിത്ത് ദ പ്രയർ ഇയർ. ഇത്ര എഴുതി കഴിഞ്ഞ് എന്ത് മാത്രമേ ആയിട്ടുള്ളൂ? പ്രൊസീജിയറും ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അത് മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ കൂടെ ഇനി എന്തും കൂടെ പറയണം,
എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇൻഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്ത് ആ പേർപ്പസും കൂടെ നിങ്ങൾ പറയണം. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ പേർപ്പസ്? ടു എൻഷുർ വെദർ ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഈസ് റീസണബിൾ, അല്ലെങ്കിൽ ടു കൺഫേം വെദർ ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IAS 37. അതും കൂടെ പറയുമ്പോഴാണ് ഒരു സബ്സ്റ്റാൻറ്റീവ് കംപ്ലീറ്റ് ആവുന്നത്. സോ ലിറ്ററലി അപ്പൊ നമ്മൾ അവിടെ എന്ത് പറയും? Discuss with the management the rationale on the basis of which the amount of provision has been decreased in order to confirm whether these are in accordance with accounting standards or these are reasonable. ഇതായിരിക്കും നമ്മൾ as part of substantive assertion തന്നെ purpose ആയിട്ട് പറയുന്നത്. If you want, you can write assertion itself as a purpose, but rather than directly including the purpose as assertion, better you can write the meaning of assertion. അതായത് ഇപ്പൊ നിങ്ങൾ പറയാണ് റിവ്യൂ ദ ട്രാൻസാക്ഷൻസ് അറൌണ്ട് ദ ഇയർ എൻഡ് ഇൻ ഓർഡർ ടു കൺഫേം ദ കട്ട് ഓഫ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ട്രാൻസാക്ഷൻസ് ആർ ബീങ് റെക്കോർഡഡ് ഇൻ ദ കറക്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പം വാലുവേഷൻ പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് പകരം എന്ത് പറയാം? ദേ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് വിത്തിൻ ദ കറക്റ്റ് അക്കൗണ്ടിംഗ് ഹെഡ്. ഇനി ഒക്കറൻസ് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ദ ട്രാൻസാക്ഷൻസ് ഹാവ് ആക്ച്വലി ബീൻ ഒക്കേർഡ് ആൻഡ് pertains to the entity. In order to confirm that all the transactions have been completely recorded. ഇങ്ങനെ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? അപ്പം പർപ്പസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി അത് എന്ത് തന്നെയായിരിക്കും? നോർമലി ഓരോ അസേർഷൻസും കറക്റ്റ് ആയിട്ട് തന്നെയാണോ റെക്കോർഡ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ തന്നെയായിരിക്കും നമ്മുടെ പേർപ്പസ്. പക്ഷെ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ദാറ്റ് പർപ്പസ് നേരെ അസേർഷൻ എന്നുള്ള വാക്ക് എഴുതുന്നതിന് പകരം, അതായത് ടു കൺഫേം ക്ലാസിഫിക്കേഷൻ കട്ട് ഓഫ് എന്ന് എഴുതുന്നതിന് പകരം ഓൾവേസ് ട്രൈ ടു ഇൻക്ലൂഡ് ദ മീനിങ്. ഓരോ അസേർഷന്റെ മീനിങ് എഴുതിയാൽ മതി. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. അപ്പം ഒന്ന് പറഞ്ഞ മക്കളെ, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? പ്രൊസീജിയർ ഇൻക്ലൂഡ് ചെയ്യണം, നെയിം ഓഫ് ദി ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ അത് വേണം, പേർപ്പസ് വേണം. അപ്പം ഇത്രയും സാധനം എഴുതുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന 1 മാർക്ക് നമുക്ക് കിട്ടുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഓരോന്നും എഴുതുമ്പോൾ നിങ്ങൾ നോക്കുക ക്ലിയർ ആയിട്ട് പ്രൊസീജിയർ എഴുതിയിട്ടുണ്ടോ, വാട്ട് എവർ ബി ദ ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ അത് എഴുതിയിട്ടുണ്ടോ, പർപ്പസ് എഴുതിയിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഇനി ജനറൽ ആയിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് എക്സാമിനർ മൈറ്റ് ആസ്ക് യു ടു റൈറ്റ് അസേർഷൻസ് ബേസ്ഡ് ഓൺ സിനാരിയോ. സിനാരിയോനെ ബേസ് ചെയ്ത് അസേർഷൻസ് ഓരോന്നും ആൻസർ ചെയ്യാനായിട്ട് പറയും. ആൻഡ് സിനാരിയോനെ ബേസ് ചെയ്ത് അസേർഷൻസ് ഓരോന്നും ആൻസർ ചെയ്യാൻ പറയുന്ന സമയത്ത് എല്ലാ കേസിനും കോമൺലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഇത് ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്ന പ്രൊസീജിയേഴ്സ് മാത്രമാണ്. ഇത് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഡേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എഴുതിയതെടുത്തേ ഉള്ളൂ. ആൻഡ് മേ ബി നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഇപ്പം വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദേ മൈറ്റ് ഹാവ് ടോട്ട് യു മോർ ദാൻ ദിസ്. മേ ബി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫോളോ ദാറ്റ്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്ന പോയിന്റ്സ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ കോമൺലി നിങ്ങൾക്ക് സിനാരിയോ ബേസ്ഡ് ആണെങ്കിലും സ്പെസിഫിക് ടു ദ അസേർഷൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കുറെ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? You can discuss or inquire with the management about dash in order to confirm dash. നിങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് എൻക്വയർ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം എന്തിനേലും പറ്റിയിട്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്താണോ നിങ്ങൾക്ക് കൺഫേം ചെയ്യേണ്ടത് ആ കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ കമ്പനി, ആ കമ്പനി ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്തു. ആ കസ്റ്റമറിന് പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ആൻഡ് കസ്റ്റമർ ഈസ് പ്ലാനിങ് ടു ഗീവ് എ ഫയൽ എ സ്യൂട്ട് അഗൈൻസ്റ്റ് ദ കമ്പനി. കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ വരുന്ന ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? അവിടെ നോർമലി വരുന്ന ക്രിയേറ്റ് ദ പ്രൊവിഷൻ. ശരിയല്ലേ? നമ്മൾ പ്രൊവിഷന്റെ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കും എന്തായിരിക്കും? കമ്പനി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് വെദർ ദേ ഹാവ് ക്രിയേറ്റഡ് പ്രൊവിഷൻ ഇൻ റിലേഷൻ ടു ദ സ്യൂട്ട് അഗൈൻസ്റ്റ് ദ കമ്പനി ഇൻ ഓർഡർ ടു കൺഫേം that they are reasonable, അല്ലെങ്കിൽ in order to confirm that they have recognized in accordance with IAS 37 provision, contingent liabilities and contingent assets. Clear ആയോ? Yes, sir. Okay. അപ്പം നമ്മൾ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ഡാഷ്.
ഫസ്റ്റ് ഡാഷ് എന്താ? എന്താണോ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ അതാണ് അവിടെ പറയേണ്ടത്. ടു കൺഫേം എന്തായിരിക്കും? നിങ്ങളുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസ് ആയിരിക്കും കൺഫേം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ. Yes. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് സിനാരിയോയ്ക്കകത്ത് കമ്പനി ഓൾറെഡി 20,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാം. റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എന്താണ്? ആർക്ക് കൊടുക്കുന്നതായിരുന്നു റിട്ടേൺ റെപ്രസെന്റേഷൻ? മാനേജ്മെന്റ് ഓഡിറ്റർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആയിട്ടുള്ള കൺഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് മാനേജ്മെന്റിനോട് എന്തായിരിക്കും മെയിലിൽ എഴുതി തരാൻ പറയേണ്ടത്? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്ത് അസംഷന്റെ ബേസിസിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതെന്നായിരിക്കും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് about the assumptions on the basis of which provision have been created to ensure that they are reasonable. Clear ആയോ? നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാം മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന്. എന്ത് അസംഷന്റെ ബേസിസിലാണ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതിനെ പറ്റിയിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് റീസണബിൾ ആണെന്ന് എൻഷുർ ചെയ്യാൻ. അപ്പൊ ഇതായിരിക്കും നമ്മൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെയും നമ്മുടെ ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഇൻഫർമേഷൻ ആയിരിക്കും. നമുക്ക് എന്തായിരിക്കും എൻഷുർ ചെയ്യേണ്ടത്? നമ്മുടെ പേർപ്പസ് ആയിരിക്കണം നമുക്ക് എൻഷുർ ചെയ്യേണ്ടത്. ഇനി എല്ലാ കേസിലും അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ. എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വ്യത്യാസം എന്താ? ഒരു കമ്പനിയുടെ പുറത്തുനിന്ന് ആരാണോ നമുക്കൊരു കാര്യം കൺഫേം ചെയ്തു തരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ തരുന്നു, അവരെ തന്നെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനെയാണെന്ന് വിളിക്കുക, റിട്ടേൺ ആണെന്ന് വാങ്ങുന്നതിനെയാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് വിളിക്കുക. സോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ട് ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എക്സ്റ്റേണൽ പാർട്ടി ആരായിരിക്കും? ലോയർ ആയിരിക്കാം. ശരിയല്ലേ? ലോയർ ആവാം. അങ്ങനെയാണെങ്കിൽ ആരാണോ ആ തേർഡ് പാർട്ടി, ആ തേർഡ് പാർട്ടിയുടെ പേര് വേണം ആദ്യം എഴുതാൻ, ലാസ്റ്റ് ഡാഷിൽ എഴുതാൻ. ആൻഡ് എന്തായിരിക്കും നിങ്ങൾ ആ ലോയറിനോട് ചോദിച്ച് കൺഫേം ചെയ്യുന്നുണ്ടാവുക? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എത്ര പ്രോബബിൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നറിയാൻ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതാണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക? obtain external confirmation from the company lawyer in order to confirm whether there will be any probable future cash outflow for the company in relation to the lawsuit. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? To confirm about the amount of probable future cash outflow that will arise due to the lawsuit against the company. Clear ആയോ? Yes, sir. Okay. ഇനി കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ട് പാർട്ടീസ് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് കറസ്പോണ്ടൻസ് എന്ന് പറയാം. അപ്പൊ എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഒരു സിനാരിയോയ്ക്കകത്ത് ആരൊക്കെയാണ് നമ്മുടെ ക്ലയന്റ്, ആരാണ് തേർഡ് പാർട്ടി എന്ന് നോക്കുക. ആരാണോ ക്ലയന്റ് അവരായിരിക്കും ഫസ്റ്റ് പാർട്ടി. അപ്പൊ നമ്മുടെ ക്ലയന്റ് എന്ന് പറയുന്ന അലൻ കമ്പനിയാണ്. സോ അലൻ കമ്പനി ഉണ്ട്. ആൻഡ് ഇവിടെ ആരൊക്കെ തമ്മിലായിരിക്കും ഈ ഒരു ലോ സ്യൂട്ടിന്റെ കേസ് സംസാരം നടക്കാൻ ചാൻസ് ഉള്ളത്? ഒന്നെങ്കിലും ചെയ്യുന്ന ആള്, അതായത് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ അല്ലേ? അല്ലെങ്കിലോ കമ്പനി ആരോടായിരിക്കും കേസിനെ കുറിച്ച് സംസാരിക്കാൻ ചാൻസ് ഉള്ളത്? ലോയറുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവർ രണ്ടുപേരും തമ്മിൽ ആരെങ്കിലും തമ്മിലുള്ള കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് പറയാം? റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ അലൻ കമ്പനി ആൻഡ് ദ കസ്റ്റമർ ഇൻ ഓർഡർ ടു എൻഷുർ വെദർ there is any probable future cash outflow for the company. And നമുക്ക് എന്ത് പറയാം? Review the correspondence between the Allen company and the company lawyer in order to understand whether there can be chances of having probable future cash outflow for the company in relation to the lawsuit. ഏതാണ് കൺഫേം ചെയ്യേണ്ടത് അത് പറയാം. ക്ലിയർ ആയോ? അപ്പം ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സിനാരിയോനെ ബേസ് ചെയ്താണ് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുന്നത്. റിഡൻഡൻസിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു, ആ സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങളോട് എന്തൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം. ഓക്കെ ഫൈൻ, എനിക്കിവിടെ എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യേണ്ടത്? ഇവിടെ എനിക്ക് എന്ത് കാര്യത്തെ പറ്റിയിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് പറ്റുക മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന്? ഇവിടെ എനിക്ക് ഏത് എക്സ്റ്റേണൽ പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് കൺഫർമേഷൻ വാങ്ങാൻ പറ്റുന്നത്? എന്തിനെ പറ്റിയിട്ടാണ് ഞാൻ കൺഫർമേഷൻ വാങ്ങേണ്ടത്? ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് ഞാൻ നോക്കേണ്ടത്? അവിടെ ഞാൻ എന്താണ് നോക്കേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്? എന്താണ് മാനേജ്മെന്റുമായിട്ട് എൻക്വയറി ചെയ്യേണ്ടത്, അല്ലെ ഡിസ്കസ് ചെയ്യേണ്ടത്? എന്തിനെ പറ്റിയാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങേണ്ടത്? എന്താണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങേണ്ടത്? കറസ്പോണ്ടൻസ് എന്തൊക്കെയാണ് റിവ്യൂ ചെയ്യാനായിട്ടുള്ളത്? ഇത് പ്രോപ്പർലി ആലോചിച്ച് നോക്കുക. ഓക്കെ, അടുത്തത്
നിങ്ങളുടെ ആ സിനാരിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാൽക്കുലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? നിങ്ങൾക്ക് അത് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിലോ റീപെർഫോം ചെയ്ത് നോക്കാം. എന്തിനായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങളും റീകാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കമ്പനി ഓൾറെഡി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? റീകാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി. മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാവും. ക്ലിയർ ആയോ? ഈ റീകാൽക്കുലേറ്റും റീപെർഫോമും രണ്ടെണ്ണമായിട്ട് പറയത്തില്ലേ? 2 പോയിന്റ് ആയിട്ട്. 2 പോയിന്റ് ആയിട്ട് പറയാം. പക്ഷെ നിങ്ങൾ സെയിം കാര്യത്തെ കുറിച്ച് തന്നെയാണ് റീകാൽക്കുലേറ്റും റീപെർഫോമും പറയുന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? അതായത് ഒരു സെയിം സിനാരിയോയ്ക്കകത്ത് 2 തരത്തിലുള്ള കമ്പ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് എഴുതുന്നെങ്കിൽ യു വിൽ ഗെറ്റ് മാർക്ക്. അല്ല, ഇപ്പൊ ഒരു പ്രൊവിഷന്റെ കാൽക്കുലേഷനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്, അതിന് തന്നെ റീകാൽക്കുലേറ്റ് എന്നുള്ള പോയിന്റ് ആദ്യമേ പറഞ്ഞു, ദെൻ റീപെർഫോം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. യു വിൽ ഗെറ്റ് മാർക്ക് ഓൺലി ഫോർ ഈദർ വൺ ഓഫ് ദം. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമായിരുന്നു, നമുക്ക് എല്ലാ കേസിലും എന്ത് ചെയ്യാൻ പറ്റും? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കമ്പാരിസൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ഡാഷ് വിത്ത് ദ പ്രീവിയസ് ഇയർ പറയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സിഗ്നിഫിക്കന്റ് വേരിയൻസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ്മെന്റുമായിട്ട് അത് ഡിസ്കസ് ചെയ്ത് റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളൊരു സിനാരിയോയിൽ നോക്കുക, അവിടെ എന്താണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ കാര്യം നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും ലോജിക്കലി ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറണ്ട് ഇയറിലേതെടുത്ത് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രീവിയസ് ഇയറിൽ ഉള്ള ഒരു ബാലൻസ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, പ്രൊവിഷൻ ഫോർ ലോ സ്യൂട്ട് നമുക്ക് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു കേസ് ഇല്ല, പുതുതായിട്ടുണ്ടായ ഒരു ലോ സ്യൂട്ട് ആണ്. ശരിയല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഡേറ്റ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ശരിയല്ലേ? അപ്പൊ എപ്പോഴും ഓർത്ത് നോക്കണം, കമ്പനിയിൽ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും ഉള്ള ബാലൻസ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ എന്തായിട്ട് വേണം കമ്പാരിസൺ നടത്താൻ പറയാൻ? ഇൻഡസ്ട്രി ഡേറ്റ ആയിട്ട് വേണം കമ്പാരിസൺ നടത്താൻ പറയാം. മനസ്സിലായോ? നമ്മളവിടെ എങ്ങനെയായിരിക്കും പറയാ? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് പ്രൊവിഷൻ ഫോർ ദ ലോ സ്യൂട്ട് with the industry data, and in case of significant variance discuss with the management about the reasons for the same. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി നമുക്കറിയാം ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും P&L വരണം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം, ഈ പ്രൊവിഷൻ എന്ന് പറയുന്ന എമൗണ്ട് കമ്പനിയുടെ P&L-നകത്ത് എവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്? പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? എവിടെ വരിക? ഇൻഡയറക്റ്റിന്റെ കൂട്ടത്തിലാണ് പ്രൊവിഷൻസ് വരിക. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊവിഷന്റെ എമൗണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെ ബ്രേക്ക് ഡൗൺ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റിന്റെ കൂട്ടത്തിലായിരിക്കാം. ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റിന്റെ കൂട്ടത്തിലാണ് സബ്സ്റ്റാൻറ്റീവ് ചോദിക്കുന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം റേഷ്യോസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒറ്റ എക്സ്പെൻസേ തന്നിട്ടുണ്ടാവുള്ളൂ. അതായത് കമ്പനിയുടെ ഇൻകം തന്നിട്ടുണ്ടാവും, കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് തരും, അതിന്റെ തൊട്ട് താഴെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ്, പിന്നെ പ്രോഫിറ്റ്, ഇത്ര തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ പ്രൊവിഷൻ എമൗണ്ട് വരാനാണെങ്കിൽ എവിടെ വരുള്ളൂ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു ദ low suit അല്ലെങ്കിൽ in relation to the provision for low suit have been included in the statement of P&L. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഏതൊരു എക്സ്പെൻസ് ആണ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കമ്പനി പുതിയതായിട്ട് ഒരു ലോൺ എടുത്തു എന്നാണ് പറയുന്നത്. ലോൺ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പുതിയതായിട്ട് കയറി വരുന്ന എക്സ്പെൻസ് ഏതാ? ഫിനാൻസ് കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഏതായിരിക്കും? ഫിനാൻസ് കോസ്റ്റ് in order to confirm that the expenses in relation to the finance cost of new bank loan have been included in the statement of P&L. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ അക്കോർഡിംഗ്ലി പറയുന്നുണ്ടാവുക. സോ നമുക്ക് ഏതൊരു എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ആ എക്സ്പെൻസ് ഏത് ഹെഡിലാണ് വരുന്നത് അതിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക, എന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇസ് എ ക്ലിയർ? പെർഫെക്റ്റ്. ഇനി ഇത് ഏത് സെനാരിയോയിൽ പറയാം? സോറി, ഇത് ഏത് സെനാരിയോയിലെ പറയാ ബ്രേക്ക് ഡൗൺ?
അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് Expense. Okay, okay, sir. അറിയണം. അപ്പൊ P&L വരേണ്ട എക്സ്പെൻസ് ഏത് ഹെഡിലാണ് വരേണ്ടത് അതിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക, എന്നിട്ട് അവസാനം അതിന്റെ അകത്തുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? Yes, sir. ഓക്കെ. ഇപ്പം ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ കമ്പനിയിൽ. അതായത് ആഫ്റ്റർ ദ ഗ്രോസ് പ്രോഫിറ്റ്. കമ്പനി പുതുതായിട്ട് ഒരു അസറ്റ് വാങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അസറ്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. ഓക്കെ. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഓർത്തു, കമ്പനിയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് P&L ഉണ്ട്. പുതുതായിട്ട് കമ്പനിയുടെ അസറ്റ് വാങ്ങി. അപ്പൊ നമ്മൾ അവിടെ പറയാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ്, മിസ്റ്റേക്ക് എന്തായിരിക്കും? പുതിയ അസറ്റിന് ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻക്ലൂഡ് ചെയ്തെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് depreciation expenses in order to confirm that the expense in relation to the new asset have been included in the SOPL. Clear ayo? Yes. Yes, sir. Okay. ഇതിന് എക്സ്പ്രഷൻസ് പ്രത്യേകിച്ച് കൊടുക്കണ്ടില്ലല്ലോ. ഇവിടെ എക്സ്പ്രഷൻസ് ഇതിൽ തന്നെ ഇല്ല. കംപ്ലീറ്റ്നെസ് തന്നെ ലാസ്റ്റ് ചെയ്തതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. നോ. അതായത് പർപ്പസ് എന്താണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഓരോരുത്തരും നമ്മൾ പേർപ്പസ് പറയുന്നില്ലേ? അതായത് അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്തു. നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിഗ്നിഫിക്കന്റ് വേരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് എന്തിനാ വാങ്ങുന്നത്? നമ്മുടെ SOPL ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അപ്പൊ SOPL ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? കംപ്ലീറ്റ്നെസ് കറക്റ്റ് ആണെന്നാണ്. മനസ്സിലായോ? അപ്പം ഈ ഓരോ പോയിന്റിൽ നമ്മൾ കൃത്യം പറഞ്ഞു വന്നു. മാത്തമാറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പേർപ്പസ്. കറസ്പോണ്ടൻസ് വാങ്ങിക്കുന്നതിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇത് ഓരോന്നിനും നമ്മുടെ പേർപ്പസ് സ്പെസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലിറ്ററലി ഇൻഡയറക്ട്ലി എന്ത് തന്നെ അവിടെ കൺഫേം ആവുന്നത്? അസേഷൻ തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഒന്ന് പറഞ്ഞു മക്കളെ, നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ജനറൽ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വി ക്യാൻ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാം, എക്സ്റ്റേണൽ കൺഫർമേഷൻ എടുക്കാം, കറസ്പോണ്ടൻസ് ഓരോന്നും നമ്മൾ നോക്കുന്നുണ്ടാവണം, റീകാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് റീപെർഫോം ചെയ്ത് നോക്കാം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം, ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് വാങ്ങണം. ക്ലിയർ അല്ലേ? Yes, sir. പെർഫെക്റ്റ്. ദെൻ ഒരു കമ്പനി, ആ കമ്പനിയുടെ എല്ലാ മേജർ ഡിസിഷൻസും എടുക്കുന്നത് മീറ്റിംഗ് വെച്ചിട്ടായിരിക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വെച്ചിട്ടായിരിക്കും എല്ലാ കമ്പനീസും എല്ലാ തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ കമ്പനി നമ്മുടെ ഡിസിഷൻസ് എന്തൊക്കെയാണ് എടുത്തതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടത്തിയ മീറ്റിംഗിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും, ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അപ്പൊ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ കമ്പനി ഈ ഒരു പർട്ടിക്കുലർ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം. എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുക? Review the board minutes. Review the board minutes. ശരിയല്ലേ? ഓക്കെ. നമ്മൾ എന്ത് പറയാം? Review the board minutes in order to confirm whether the management have taken decision on whether to pay the compensation in relation to the loans. Clear ആയോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. അല്ലെങ്കിൽ കമ്പനി ഒരു ലോണിന്റെ എമൗണ്ട് തിരിച്ചടയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കമ്പനി പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. കമ്പനി ഒരു പുതിയ ലോൺ എടുക്കുന്നുണ്ടോ എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? ബോർഡ് മിനിറ്റ്സ് നോക്കിയാൽ മതി. ശരിയല്ലേ? നിങ്ങൾ എന്ത് പറയാ? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ കമ്പനി ഹാവ് ഓതറൈസ്ഡ് ദ ന്യൂ ബാങ്ക് ലോൺ ടു ബി ടേക്കൺ ബൈ എന്താണോ നിങ്ങളുടെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് അത് എഴുതുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, യു ക്യാൻ ഓൾവേസ് മാച്ച് ഇറ്റ് വിത്ത് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും കറക്റ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുക. സെയിം as that ഏതൊരു ഇൻകം ആണെങ്കിലും കറക്റ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ അവിടെ പറയുന്നതായിരിക്കും എഗ്രി എക്സ്പെൻസ്. ഇവിടുത്തെ എക്സ്പെൻസ് എന്താണ്? നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ലോ സ്യൂട്ട് ആണ്. ഓക്കെ. ലോ സ്യൂട്ട് കാരണം ഉണ്ടാവാൻ പോകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അവിടെ എന്തായിരിക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് നോക്കാൻ പറ്റുക? മേ ബി അതിന്റെ പൈസ അവർ ഇയർ എൻഡിന് ശേഷമായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇയർ എൻഡിന് ശേഷം പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പോസ്റ്റ് ഇയർ എൻഡിലെ ക്യാഷ് ബുക്ക് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഗ്രി ദ പ്രൊവിഷൻ റെക്കഗ്നൈസ്ഡ് ഇൻ റിലേഷൻ ടു ദ ലോ സ്യൂട്ട് ടു ദ പോസ്റ്റ് ഇയർ എൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ the amount recognized at the year end for the provision is reasonable. Clear ആയോ? Yes. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? എഗ്രി. ഇപ്പൊ ഫിനാൻസ് കോസ്റ്റ് ആണ് കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെയാണ് അവിടുത്തെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്തായിരിക്കും? മേ ബി ആ ലോണിന്റെ ഡോക്യുമെന്റ്സ് ആയിരിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ ആ ലോൺ എഗ്രിമെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഗ്രി ദ ഫിനാൻസ് കോസ്റ്റ് ടു ദ ലോൺ എഗ്രിമെന്റ് ടു കൺഫേം ദാറ്റ് ദേ ആർ ആക്യുറേറ്റ്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് പറയുന്നത്? ടു കൺഫേം ദാറ്റ് ദേ ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് അറ്റ് അപ്രോപ്രിയേറ്റ് എമൗണ്ട്. ക്ലിയർ ആയോ?
ഓക്കെ. ആൻഡ് വെരി ഫൈനലി നിങ്ങൾക്ക് എല്ലായിടത്തും പറയാൻ പറ്റുന്ന സാധനമാണ് എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് നോട്ട്സ് എടുത്ത് നോക്കാം. എന്തിനാ? നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഏത് കേസിലും പറയാം, റിവ്യൂ ദ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ disclosures in relation to the bank loan are complete, disclosures in relation to the new asset, disclosures in relation to the accounting policy, accounting estimate, in relation to the depreciation, amortization, എന്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നോർമലി ആസ് പാർട്ട് ഓഫ് ദി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. വീണ്ടും ഞാൻ പറയുന്നു, എന്റെ ബേസിസിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. Again, if you have any new substantives, you can definitely share it with your friends. അല്ലെങ്കിൽ ഓൾറെഡി ഫാക്കൽറ്റീസ് ഏതെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫോളോ ദാറ്റ് ആസ് വെൽ. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. അതായത് എക്സാമിനർ നിങ്ങൾക്ക് ഒരു സിനാരിയോ ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് യു നീഡ് ടു പെർഫോം ഇൻ റിലേഷൻ ടു ദ സിനാരിയോ. അപ്പൊ നിങ്ങളോട് എന്തൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് പറയണം? ഡിസ്കസ് ഓർ എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ്. എന്താണ് ഇവിടെ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. ഇവിടെ എനിക്ക് എന്തിനെ പറ്റിയിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാൻ പറ്റുന്നത്? ഇവിടെ ആരൊക്കെയാണ് എക്സ്റ്റേണൽ പാർട്ടീസ്? അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്താണ് കൺഫേം ചെയ്ത് വാങ്ങാൻ പറ്റുക? ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് എനിക്ക് നോക്കാനായിട്ടുള്ളത്? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാനായിട്ടുള്ളത്? ഇവിടെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇത് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിലോ അല്ലെങ്കിൽ കറണ്ട് ഇയറും ഇൻഡസ്ട്രി ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനമാണ് ഉള്ളത്? ഏത് എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് എക്സ്പെൻസ് എല്ലാം SOP-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് അറിയാൻ പറ്റുക? ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ എന്ത് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ആണ് ഏത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുക? ഒരിക്കലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ടേം യൂസ് ചെയ്യരുത്. ഏതാണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അത് തന്നെ സ്പെസിഫൈ ചെയ്യണം. ലോണിന്റെ കേസ് ഞാൻ പറഞ്ഞു, ലോൺ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോൺ എഗ്രിമെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പം ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ അസറ്റിന്റെ ഓണർഷിപ്പ് ആണ് കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ എഗ്രി ദ ടൈറ്റിൽ. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പ് ടു ദ ടൈറ്റിൽ ഡീഡ്സ് ആയിരിക്കും. ടൈറ്റിൽ ഡീഡ്സ് എന്ന് പറഞ്ഞാൽ മുദ്രപത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് ടൈറ്റിൽ അല്ലെ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ട് ഓഫ് സെയിൽ ആവാം. അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ടായിരിക്കും മാച്ച് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറയാം. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ പ്രൊസീജിയേഴ്സും ജനറൽ കേസിൽ എഴുതാനായിട്ട്. മനസ്സിലായോ മക്കളെ? ഓക്കെ. അപ്പൊ ഫൈനൽ ആയിട്ട് എന്റെ ഒപ്പം എന്ന് പറഞ്ഞേ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക? വി കൻ എൻക്വയർ ഓർ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു നോക്കിയിട്ട് പറഞ്ഞോ? കറസ്പോണ്ടൻസ് നോക്കാം, റീകാൽക്കുലേറ്റ് ചെയ്യാം, അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യാം, ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് എടുക്കാം, ഓൺ മിനിറ്റ്സ് എടുക്കാം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാം, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോ ഈ പോയിന്റ്സ്, ഈ മഞ്ഞ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ യെല്ലോ കളറിൽ ചെയ്തേക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബട്ട് ആ സാധനം മാത്രം പഠിച്ചുകൊണ്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. വീണ്ടും ഐ റിപ്പീറ്റ് ദ സെയിം തിങ്, യു മൈറ്റ് ഗെറ്റ് ഹാഫ് മാർക്ക് ഫോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ ക്ലിയർലി നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് വേണ്ടത് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. എബോവ് ഓൾ ഈ സാധനമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നത്, വാട്ട് ഈസ് എ പേർപ്പസ് ഓഫ് ദിസ് പ്രൊസീജിയർ എന്നുള്ളതും പറയുന്നുണ്ടാവണം. അപ്പോൾ ഓരോന്നും എഴുതുമ്പോൾ നോക്കുക കൃത്യമായിട്ട് ഞാൻ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ടോ. അതിനുശേഷം നോക്കണം എന്തായിരുന്നു ഇവിടുത്തെ ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് ഞാൻ എഴുതിയിട്ടുണ്ടോ, ആൻഡ് എന്തായിരുന്നു എന്റെ പേർപ്പസ്, ആ പേർപ്പസ് ഞാൻ എഴുതിയിട്ടുണ്ടോ. ഈ കാര്യങ്ങൾ നോക്കുക. ഈ കാര്യങ്ങൾ ഓരോന്നും എഴുതുന്നതിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയോ പ്രോപ്പർലി? Is that clear everyone? Okay. അപ്പം ഈ കാര്യങ്ങൾ ഓരോന്നും എഴുതാനായിട്ട് ഓർക്കുക. പ്രൊസീജിയേഴ്സിന്റെ ടേംസ് ഇല്ലേ, എക്സ്പെക്ട് ഒബ്റ്റെയിൻ, അതിന്റെ ഒരു കാണിച്ചു തരും. ഓ കാണിച്ചിട്ടല്ലോ, സ്നാപ്പ് എടുത്തോ. Okay, thank you. Yeah, this video will be available in YouTube also. So if you want to watch it further, you can refer in the YouTube. Okay. Fine. അപ്പൊ ഇത്രയായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് വെച്ച് മാത്രം എക്സാമിന് എഴുതുന്ന പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ ആണോ? എന്തെങ്കിലും നിങ്ങൾ പറയൂ. പ്രാക്ടിക്കൽ ആണ്, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് ഇൻ അഡീഷൻ ടു വിച്ച് നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് അസേർഷൻ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതാനും പറയാം. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ ബിക്കം ഡിഫിക്കൽട്ട്. അതിന് വേണ്ടിയിട്ടാവാം, അല്ല ആവാം എന്നല്ല, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് റെഗുലർ സെഷൻസിൽ ഈ ഓരോ സബ്സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചത്. സോ വി വിൽ ജസ്റ്റ് ഡു വൺ തിങ് നൗ. We will look at the substantives that we have studied in our class. And I've already shared the same notes in your group.
In addition to which, we can just search for the same notes. You can search for notes by Alan, Biju, Palak. You will get link in the Google session itself, and അവിടെ നിന്ന് വേണമെങ്കിൽ download ചെയ്യാം. And the same link is available in my Insta bio as well. So അപ്പോൾ നമ്മൾ കുറേ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിരുന്നു അല്ലേ? ഓവർ ദിസ് ഡേയ്സ് നമ്മൾ ഒരുപാട് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചു. പക്ഷെ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച സമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സാധനം നേരെ കൊണ്ട് എഴുതി വെക്കരുത്. സോ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ നോട്ട്സിൻ്റെ അകത്തുള്ള സബ്സ്റ്റാൻറ്റീവ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. ബട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇപ്പൊ വേറെ ഏതെങ്കിലും നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസിലാണ് അറ്റൻഡ് ചെയ്തെന്നുണ്ടെങ്കിലും, definitely they might have also gone through this same substantives. And in addition to which, ആദ്യം തന്നെ ഒരു മെയിൻ കാര്യം പറയട്ടെ, ഈ സബ്സ്റ്റാൻറ്റീവ് ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് കുറേ സബ്സ്റ്റാൻറ്റീവ്സ് ഉണ്ട്. ഇൻ കേസ് എങ്ങാനും നിങ്ങൾ നേരത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്നുണ്ടെങ്കിൽ, അത് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇത്രയും സബ്സ്റ്റാൻറ്റീവ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഓർത്ത് വറീഡ് ആവരുത്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്തു എന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കൂടുതൽ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഈ നോട്ട്സ് നമ്മൾ ആക്ച്വലി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് അഡീഷണലി ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ BPP, കപ്ലാൻ, ബെക്കർ, എംലി വൂൾഫ്, അതുപോലെ തന്നെ നമ്മുടെ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അകത്തുള്ള സമ്മറി ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അകത്തെയും എല്ലാ കിറ്റിലെയും അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലെയും എല്ലാ സബ്സ്റ്റാൻറ്റീവ്സും ഇതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ സമ്മറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ഇതായിരുന്നു. ഹൗവർ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾ പഠിച്ച സബ്സ്റ്റാൻറ്റീവ്സ് തെറ്റാണെന്നോ അത് പഠിക്കേണ്ടെന്നോ അല്ല. നിങ്ങൾ ഓൾറെഡി ഏത് സബ്സ്റ്റാൻറ്റീവ്സ് ആണോ പഠിച്ചേക്കുന്നത് ആ സെയിം തന്നെ ഫോളോ ചെയ്യുക. ലാസ്റ്റ് മൊമെന്റിൽ അത് പഠിച്ച് മാറ്റാൻ നിൽക്കേണ്ട, സെയിം തന്നെ ഫോളോ ചെയ്യാം. ഞാനിപ്പം പ്യുവർലി പറയാൻ പോകുന്നത് എങ്ങനെ സബ്സ്റ്റാൻറ്റീവ്സ് സിനാരിയോയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. സോ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എക്സസീവ് ആയിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് അത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എഗെയിൻ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വേറെ ആരും പ്രോപ്പർലി പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല. നിങ്ങൾ കറന്റ് പഠിച്ചേക്കുന്ന സബ്സ്റ്റാൻറ്റീവ് ഏതാണോ അത് തന്നെ ഫോക്കസ് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ളത് ജനറൽ സബ്സ്റ്റാൻറ്റീവ് വെച്ച് എഴുതുക. ക്ലിയർ ആയി മക്കളെ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നു, ഇതെന്തിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഓരോ സിനാരിയോയിൽ എങ്ങനെ കൊണ്ട് അപ്ലൈ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ. ലാസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയിട്ട് പ്രാന്താക്കല്ലേ. ഓക്കെ, ജസ്റ്റ് കീപ് ദാറ്റ് വൺ എസൈഡ്. നിങ്ങൾ പഠിച്ചേക്കുന്ന എന്താണോ പഠിച്ചേക്കുന്ന മതി, അത് പ്രോപ്പർലി അപ്ലൈ ചെയ്യുക സിനാരിയോയിൽ. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മുടെ കമ്പനിയിൽ, അതായത് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത്, അതായത് ഈ കമ്പനി ഒരു ന്യൂ ക്ലയന്റ് ആണ്. ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ് ഫോർ ദ ഓഡിറ്റ് ഫേം. ആ ന്യൂ ക്ലയന്റിന്റെ ഓഡിറ്റ് വർക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലയന്റിന്റെ പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അകത്ത് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് പറയും. ആൻഡ് കമ്പനിയുടെ പ്രീവിയസ് ഇയറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് എന്തായിരുന്ന മിസ്റ്റേക്സ് എന്താണോ ആ മിസ്റ്റേക്സ് പ്രീവിയസ് ഇയറിന്റെ ബാലൻസിൽ കറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ദേ മൈറ്റ് ഹാവ് മെൻഷൻഡ് ദാറ്റ് മൈറ്റ് അഫക്ട് ദ കറന്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ്. കാരണം നിങ്ങൾക്കറിയാം, കറന്റ് ഇയറിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്താ? നോർമലി പ്രീവിയസ് ഇയറിന്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ? അപ്പോൾ പ്രീവിയസ് ഇയറിന്റെ ക്ലോസിംഗ് ബാലൻസിനെ അഫക്ട് ചെയ്ത എന്തോ കാര്യമാണ്. അതിനെക്കുറിച്ച് ഘോരം നിങ്ങളുടെ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി അത് എന്താവാം? ദേ മൈറ്റ് ബി ആസ്കിങ് യു ടു റൈറ്റ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ ടു ദ ഓപ്പണിംഗ് ബാലൻസസ്. അപ്പൊ സിനാരിയോയ്ക്ക് അത് പ്രോപ്പർലി ഫോക്കസ് ചെയ്ത് നോക്കുക, എന്തിനെ പറ്റിയിട്ടാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇഫ് ദേ ഹാവ് ആസ്ക്ഡ് അബൌട്ട് ദ ഓപ്പണിംഗ് ബാലൻസ്, ഗീവ് അബൌട്ട് ദ ഓപ്പണിംഗ് ബാലൻസ്. ഇഫ് ദേ ആർ മെൻഷനിങ് സംതിങ് റിലേറ്റിംഗ് ടു ദ പ്രയർ ഇയർ ക്ലോസിംഗ് ബാലൻസ്, അങ്ങനെയാണെങ്കിലും അത് കറന്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസിൽ തന്നെയായിരിക്കും എഫക്ട് ചെയ്യുക. സോ യു ക്യാൻ യൂസ് ദ സബ്സ്റ്റാൻറ്റീവ്സ് ഇൻ റിലേഷൻ ടു ദ കറന്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസസ്. ബട്ട് അഗെയിൻ ലിസൺ വൺ തിങ് ദാറ്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നേരെ പോയിന്റ്സ് കൊണ്ട് എഴുതരുത്. സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ക്ലിയർ ആയോ? ദെൻ നോർമലി നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കോമൺ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ് ബാങ്ക് ബാലൻസ് കൺഫേം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളോട് സിനാരിയോയിൽ പറയുന്ന കമ്പനിക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ബാങ്കിൽ നിന്നെല്ലാം കൺഫർമേഷൻ വാങ്ങാൻ പറയാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കമ്പനി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത് റീപെർഫോം ചെയ്ത് നോക്കാൻ പറയാം. അതുപോലെ തന്നെ ആ റീകൺസിലേഷന്റെ അകത്തുള്ള ബാലൻസ് കറക്റ്റ് ആണോ നോക്കാൻ പറയാം. ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് റൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറയാം. അപ്പൊ സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, കറസ്പോണ്ടിങ് പോയിന്റ്സ് എഴുതി കൊടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സിനാരിയോ ആണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക്. അപ്പോൾ ഈ പഠിച്ചേക്കുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സുമായിട്ട് വേണം നിങ്ങൾ മാച്ച് ചെയ്യാനായിട്ട്. ഇനി ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സ്. ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരും? സാലറി വരും, ഫീസ് വരും, ഡയറക്ടർക്ക് കൊടുക്കുന്ന ബോണസ് വരും, പെൻഷൻ കോൺട്രിബ്യൂഷൻ വരും, റിട്ടയർമെന്റ് ബെനിഫിറ്റ് വരും, നോൺ ക്യാഷ് ബെനിഫിറ്റ് ഉണ്ട്, കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് ഓഫീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളും ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സ് ആണ്. സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇമോളുമെന്റ്സിന്റെ അകത്ത് വരിക. നിങ്ങളോട് ഈ ഏത് കാര്യം ചോദിച്ചാലും ഈ സെയിം സബ്സ്റ്റാൻറ്റീവ്സ് തന്നെയായിരിക്കണം എഴുതേണ്ടി വരിക. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ബട്ട് ഡയറക്ടേഴ്സിന്റെ ബോണസ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇമോളുമെന്റ്സിന്റെ പോയിന്റ്സ് എഴുതാവുള്ളൂ. കാരണം ഒരു എംപ്ലോയിയുടെ ബോണസ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതിന്റെ പോയിന്റ് വേണം എഴുതാൻ? പേറോളിന്റെ പോയിന്റ്സ് വേണം എഴുതാൻ. അതായത് സബ്സ്റ്റാൻറ്റീവ്സ് റിലേറ്റിംഗ് ടു പേറോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പേറോളിന്റെ പോയിന്റ് വേണം എഴുതാൻ. ഏത് കേസില്? എംപ്ലോയിയുടെ ബോണസ് പേയ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ. ഓർമ്മയുണ്ടോ മക്കളെ? ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. ഇമോളുമെന്റ്സ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക്കലി ഇമോളുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ തന്നെ ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ മാത്രമേ ഫസ്റ്റ് 2 പോയിന്റ്സ് എഴുതിയാൽ മതി. അല്ല, നിങ്ങളോട് ഇപ്പം ഡയറക്ടറിന്റെ ബോണസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി? ഇമോളുമെന്റ്സ് എന്നുള്ള ടേംസ് എല്ലാം റീപ്ലേസ് ചെയ്ത് എന്താക്കിയാൽ മതി? ബോണസ് എന്നുള്ള ടേം ആക്കിയാൽ മതി. സോ അക്കോർഡിംഗ്ലി എന്നിട്ട് എഴുതുക. ക്ലിയർ ആയോ? ഓക്കെ. അതായത് നമ്മൾ എന്തായിരിക്കും പറയാ? എൻക്വയറി ഈസ് ഡയറക്ടഡ് ടു കൺഫേം whether the bonus listed are complete and are in line with expectation. Compare the emoluments with the both with the previous year emoluments. ഇവിടെ emoluments മാറ്റിയിട്ട് എന്താക്കുക? Compare the bonus with the previous year bonus with the expectation taking into account knowledge obtained during the audit. Agree the bonus to the payroll record for individual director. Review director's contract to ensure that the bonus are consistent with the terms of contract. എന്നുള്ള ബേസിസിൽ പറയുക. ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇനി നോർമലി റവന്യൂ ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ തന്നെ എഴുതുക. എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് നോക്കുക, ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എഴുതുക. പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളോട് പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാൻ പറഞ്ഞ് ചോദിക്കില്ല. പകരം നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു എക്സ്പെൻസ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഫ്യൂൽ എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാൻ പറയും. അപ്പോൾ യു ക്യാൻ യൂസ് ദ സെയിം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് റിലേറ്റിംഗ് ടു പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസസ്. ടാക്സ് ലയബിലിറ്റിനെ ചോദിച്ചാൽ അക്കോർഡിംഗ്ലി എഴുതുക. അതേപോലെ തന്നെ എംപ്ലോയിയുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയി സാലറി ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? പേറോൾ ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ സാലറി റിലേറ്റിംഗ് ടു ദ ഡയറക്ടേഴ്സ് അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സ്. ദെൻ ഏതൊരു പ്രൊവിഷൻ ആണെങ്കിലും നോർമലി നിങ്ങൾ നോക്കുക ഏത് പ്രൊവിഷനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത്. സോ പ്രൊവിഷന് കൂടുതലും സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ ആയിരിക്കും ചോദിക്കുക. So use the scenario specific points. In receivables, നമുക്ക് റിസീവബിൾസിന്റെ ഒക്കെ കേസ് there can be chances that they might ask you for assertion specific points. ഒരു പർട്ടിക്കുലർ അസേർഷൻ തന്നെ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. What are the substantive procedures that need to be performed by the auditor to confirm the completeness? അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ആക്യുറസി, വാല്യുവേഷൻ, ലൊക്കേഷൻ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ക്ലാസിഫിക്കേഷൻ, കട്ട് ഓഫ് ഒക്കറൻസ്, ഏത് വേണേലും ചോദിക്കാം. ആൻഡ് റിസീവബിൾസിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അസേർഷൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്നായിരുന്നു നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് എക്സിസ്റ്റൻസ്. റിസീവബിൾസിന്റെ കേസിൽ എക്സിസ്റ്റൻസിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ when it comes to the area of inventory, ഇൻവെന്ററി ആണ് ഞാൻ നിങ്ങളെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻവെന്ററിയുടെ കേസിൽ എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്? ഇൻവെന്ററിയുടെ അസേർഷൻസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്? Valuation. യാ, അത് അസേർഷൻ ഇത് പോയില്ലേ വാല്യുവേഷൻ ഒക്കെ. സെക്കൻഡ് എന്തായിരുന്നു? ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് അല്ലെ? ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഡ്യൂറിംഗ് ദി ഇൻവെന്ററി കൗണ്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ ദ ഇൻവെന്ററി കൗണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇൻവെന്ററി വിത്ത് തേർഡ് പാർട്ടി പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെന്തായിരുന്നു? ഓക്കെ, ഇൻവെന്ററി റെക്കോർഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെന്തായിരുന്നു? ഓക്കെ, കണ്ടിന്യൂസ് ഓർ പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട്. മക്കളെ എപ്പോഴും ഓർത്ത് വെച്ചോണം, ഇൻവെന്ററിയുടെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇൻവെന്ററിയുടെ
ഓരോ കംപ്ലീറ്റ്നെസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ഇങ്ങനെ അസേഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇൻവെന്ററി ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് ഓഡിറ്ററായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇൻവെന്ററി കൗണ്ടിന് പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇൻവെന്ററി കൗണ്ട് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇൻവെന്ററി തേർഡ് പാർട്ടിയുടെ അടുത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇൻവെന്ററി സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് അവർ റെക്കോർഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന്റെ കേസിൽ എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. ഇതും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ബെഞ്ച് മാർക്ക് ആയിട്ടാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ആദ്യമേ മൈൻഡിൽ വെക്കണം. കാരണം നിങ്ങളോട് നേരെ ഇൻവെന്ററിനെ കുറിച്ച് ചോദിച്ചു, നേരെ പോയി ഓടിപ്പോയി ഇൻവെന്ററിനെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് മാർക്സ്. കാരണം ഇൻവെന്ററിക്കകത്ത് ചോദിച്ചെന്താന്ന് മനസ്സിലാക്കണം. സിനാരിയോക്കകത്ത് നിങ്ങളോട് പറഞ്ഞേക്കാണ്, ദി ഇൻവെന്ററി കൗണ്ട് ഈസ് ടു ബി ടേക്കൺ പ്ലേസ് ഓൺ 5th of November എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ഏറ്റവും മേലെ പറഞ്ഞിട്ടുണ്ടാവും, ദ ഓഡിറ്റർ ഹാവ് ബീൻ അപ്പോയിന്റഡ് ഓൺ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞു, ആൻഡ് ടുഡേ ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്നുള്ളത് ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞു 5th of November ഇൻവെന്ററി കൗണ്ട് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് തന്നേക്കുന്നത് 1st November ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത് നിങ്ങളോട് ചോദിച്ചു. സോ ആ ഒരു കേസിൽ നിങ്ങൾ അവിടെ പറയേണ്ടി വരുന്ന പ്രൊസീജിയർ ഏതായിരിക്കും? ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കും. അവിടെ നിങ്ങൾ ആഫ്റ്റർ ദി ഇൻവെന്ററി കൗണ്ടിന്റെ പോയിന്റ് കൊണ്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. അല്ല, നിങ്ങളോട് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ദ ഓഡിറ്റർ ഈസ് കറന്റ്ലി അറ്റൻഡിങ് ദ ഇൻവെന്ററി കൗണ്ട് അറ്റ് ദ കമ്പനീസ് വെയർഹൗസ് എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളോട് താഴെ ചോദിക്കുകയാണ്, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ that need to be performed by the auditor in relation to the inventory. അങ്ങനെയാണ് അവിടെ എന്തായിരിക്കും കുറിച്ചായിരിക്കും പറയേണ്ടി വരിക? ബിഫോർ അല്ല പറയേണ്ടത്, പകരം ഡ്യൂറിംഗ് ദി ഇൻവെന്ററി കൗണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ശരിയല്ലേ? ഓക്കെ. അല്ലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ദി ഇൻവെന്ററി കൗണ്ട് ഹാസ് ബീൻ ടേക്കൺ പ്ലേസ് അറ്റ് ദി ഇയർ എൻഡ് ആൻഡ് കറന്റ്ലി ആഫ്റ്റർ ദി ഇയർ എൻഡ് ദ ഓഡിറ്റർ ഈസ് planning to perform audit procedures on receivables along with the procedures pending for inventory. What are the procedures that have to be taken place by the auditor as in the final stage of audit എന്ന് പറഞ്ഞു ചോദിച്ചേക്കാണ്. അങ്ങനെയാണ് അതിനർത്ഥം എന്താ? കൗണ്ട് ഓൾറെഡി കഴിഞ്ഞു. So it means about after the inventory count procedures. Clear ആയോ? Yes. ഇനി മക്കളെ നിങ്ങളോട് സിനാരിയോക്കകത്ത് എവിടെയെങ്കിലും പറഞ്ഞേക്കാണ്, ഇൻവെന്ററി കമ്പനിക്കുണ്ട്, ഇൻവെന്ററി അതുണ്ട്, ഇൻവെന്ററി ഇതുണ്ട്, ഇൻവെന്ററി കൗണ്ട് നടക്കാൻ പോവാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇൻവെന്ററി തേർഡ് പാർട്ടിയുടെ അടുത്താണ്. തേർഡ് പാർട്ടിയുടെ അടുത്ത് കൗണ്ട് നടക്കുന്നതിനെ കുറിച്ചാണ് സിനാരിയോക്കകത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഫോറോ ഡ്യൂറിങ്ങോ ആഫ്റ്ററോ അവിടെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നിങ്ങൾ പറയേണ്ടത് എന്താ? ഇൻവെന്ററി ഹെൽഡ് വിത്ത് ദ തേർഡ് പാർട്ടീസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങളോട് പറയാണ്, ഇൻവെന്ററി കൗണ്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഇൻവെന്ററി കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻവെന്ററി സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടി വരുന്നത് എന്തായിരിക്കും? യു നീഡ് ടു മേക്ക് എ മിക്സ് ഓഫ് ഡ്യൂറിംഗ് ഓർ ആഫ്റ്റർ ദ കൗണ്ട് ആസ് പെർ ദ സിനാരിയോ പ്ലസ് എന്തും കൂടെ പറയേണ്ടി വരും. സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ ഇൻവെന്ററി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മെയിൻലി ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഏതാണോ അതിനെ കുറിച്ചും കൂടെ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങളുടെ സിനാരിയോക്കകത്ത് കൗണ്ട് നടക്കുന്നതിനെ കുറിച്ച് കോരം പറഞ്ഞേക്കാണ്. കൗണ്ടിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരെ കയറിയിട്ട് ഡ്യൂറിംഗ് ദ കൗണ്ടിന്റെ പോയിന്റ്സ് എഴുതരുത്. നോക്കുക, അവിടെ ആനുവൽ ഇൻവെന്ററി കൗണ്ടിനെ കുറിച്ചാണോ പറയുന്നത്, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിനെ കുറിച്ചാണോ പറയുന്നത്? കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ആനുവൽ ഇൻവെന്ററി കൗണ്ടിന് പോയിട്ട് ഒരു ഓഡിറ്റർ ചെയ്യുന്ന പ്രൊസീജിയറും കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന്റെ സമയത്ത് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഡ്യൂറിംഗ് ദ കൗണ്ട് ഉള്ളത് തന്നെയാണോ അവിടെ എഴുതേണ്ടത്, അതോ is that a procedure relating to the continuous inventory count എന്നുള്ളത് ക്ലിയർലി നോക്കണം. കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് എന്ന് സിനാരിയോക്കകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു റൈറ്റ് ദ പോയിന്റ്സ് ഇൻ റിലേഷൻ ടു ദ കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ഇറ്റ്സെൽഫ്. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. അപ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? മൊത്തം ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് അപ്പൊ എന്തൊക്കെയുണ്ട് നമുക്ക്? അസേഷൻ ബേസ്ഡ് ആണോ നോക്കണം, ബിഫോർ ആണോ, ഡ്യൂറിംഗ് ആണോ, ആഫ്റ്റർ ദ കൗണ്ട് ആണോ നോക്കുക, ഇൻവെന്ററി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടീസ് ആണോ നോക്കുക, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ കേസ് ആണോ നോക്കുക, കണ്ടിന്യൂസ് ഓർ പെർപച്വൽ ഇൻവെന്ററി കൗണ്ട് ആണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ക്ലിയർ? യെസ്. പെർഫെക്റ്റ്. ഇനി ട്രേഡ് പേയബിൾസ് ആവാം, നിങ്ങളോട് മേ ബി ചോദിക്കുന്നുണ്ടാവാം. ട്രേഡ് പേയബിൾസ് നമ്മൾ അസേഷൻ സ്പെസിഫിക് ആയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ചോദിച്ചും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും what are the substantive procedures that need to be performed by the auditor in relation to the valuation of vehicle എന്ന് പറഞ്ഞ് ചോദിച്ചു. ഏത് സബ്സ്റ്റാൻറ്റീവ് എഴുതേണ്ടത്? What are the substantive procedures need to be performed by the auditor in relation to the valuation of vehicle?
ഏതാ? ഇൻവെന്ററി ആണോ അസറ്റ് ആണോ കൺഫേം ചെയ്യണോ? സിമ്പിൾ ആസ് ദാറ്റ്. സോ അവിടെ ഒന്നെങ്കിൽ അത് എന്താവാം, മേ ബി അതൊരു ഇൻവെന്ററി ആവാം, അല്ലാന്നുണ്ടെങ്കിലോ അതൊരു PPE ആവാം, അല്ലെ? നോൺ കറന്റ് അസറ്റ് ആവാം. ശരിയല്ലേ? ഓക്കെ. സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ആദ്യമേ സിനാരിയോയ്ക്കകത്ത് നോക്കണം ഈ കമ്പനിയുടെ ബിസിനസ് എന്താണ്. നിങ്ങളോട് സിനാരിയോയ്ക്കകത്ത് ഏറ്റവും മേലെ തന്നെ പറഞ്ഞേക്കാണ്, അലൻ കമ്പനി ഈസ് എ കമ്പനി ഇൻവോൾവ് ഇൻ ദ റീറ്റെയിൽ ഓഫ് ഓട്ടോമൊബൈൽസ്. നിങ്ങളോട് താഴെ സിനാരിയോയിൽ പറയാണ്, അലൻ കമ്പനി ഹാവ് പർച്ചേസ് 10 ന്യൂ വെഹിക്കിൾ ഡ്യൂറിങ് ദ കറന്റ് ഇയർ. ആൻഡ് അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വാലുവേഷന്റെ പോയിന്റ് ആയിരിക്കും എഴുതേണ്ടത്? ഇൻവെന്ററി വാലുവേഷന്റെ പോയിന്റ് ആയിരിക്കും എഴുതേണ്ടത്. നിങ്ങളോട് പറയാണ്, അലൻ കമ്പനി ഈസ് an ACCA ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് is mainly involved in the coaching of the paper audit and assurance. During the current year, Alan company have purchased 2 new vehicle for the purpose of faculties എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതിന്റെ പോയിന്റ്സ് ആയിരിക്കണം എഴുതേണ്ടത്? ഏതിന്റെ വാലുവേഷന്റെ പോയിന്റ് ആയിരിക്കണം? നോൺ കറന്റ് അസറ്റ്സിന്റെ ആയിരിക്കണം എഴുതേണ്ടത്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അത് ക്ലിയർലി നോക്കുക. സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഒരു അസറ്റിനെ കുറിച്ചാണോ ഇൻവെന്ററിനെ കുറിച്ചാണോ? കാരണം ദിസ് ഈസ് വെയർ വി മൈറ്റ് മിസ് ദ മാർക്ക്. ഞാൻ നേരത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. എപ്പോഴും നമ്മൾ AA എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ പറയും എല്ലാം എഴുതിയിട്ടുണ്ട്, സബ്സ്റ്റാൻറ്റീവ്സ് ഒക്കെ നല്ലപോലെ എഴുതിയിട്ടുണ്ട്, എവിടെയാണ് മാർക്ക് പോയെന്ന് അറിയില്ല എന്ന്. ഇവിടെയൊക്കെയാണ് നമുക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ളത്. കാരണം എന്താ അറിയോ, നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെന്ററിയുടെ പോയിന്റ്സ് എഴുതി വെക്കും. പക്ഷെ മേ ബി അവിടെ NCAയുടെ കാര്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ നിങ്ങളോട് NCAനെ കുറിച്ചായിരിക്കും ചോദിക്കുക. യു മൈറ്റ് ബി റൈറ്റിംഗ് ദ പോയിന്റ്സ് ഇൻ റിലേഷൻ ടു ഇൻവെന്ററി. രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ബിക്കോസ് ഇവൻ ദ സ്റ്റാൻഡേർഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അവിടെ. കാരണം നമുക്കറിയാം NCAയുടെ കേസിലാണെങ്കിൽ വാലുവേഷൻ സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ വാലുവേഷൻ നമ്മൾ നടത്തുന്നത് ഒന്നെങ്കിൽ കോസ്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ റീവാലുവേഷൻ മോഡലിലായിരിക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം ഇയർ ആഫ്റ്റർ ഇയർ നമ്മൾ റീവാലുവേഷൻ പെർഫോം ചെയ്യുന്നുണ്ടാവണം. റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസസ് നമ്മൾ സർപ്ലസ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് P&L-ായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ അവിടെയുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും എസ്റ്റിമേറ്റ്സും എല്ലാം ഡിഫറെന്റ് ആണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ആൻ ഇൻവെന്ററി നമുക്കറിയാം അവിടെ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷനോ സാധനങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിയല്ലേ? സോ തിങ്സ് വുഡ് ഗോ എൻറ്റയർലി മിസ്റ്റേറ്റഡ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രോപ്പർലി സിനാരിയോയ്ക്കകത്ത് വായിച്ചു നോക്കണം എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ആൻസർ മാറിപ്പോകും. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ നോൺ കറന്റ് അസറ്റ്സിന്റെ കംപ്ലീറ്റ്നെസ് നമ്മൾ നോക്കിയിട്ടുണ്ട്, എക്സിസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്, വാലുവേഷൻ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. ഇനി നിങ്ങളോട് സിനാരിയോയ്ക്കകത്ത് പറയാണ്, ദി കമ്പനി ഹാവ് പർച്ചേസ്ഡ് എ ന്യൂ അസറ്റ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ. ഹൗഎവർ the assets takes a substantial period of time to be available for use because multiple components have to be installed together for the purpose of using the asset ready to use. എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ഏത് സബ്സ്റ്റാൻറ്റീവ് ആയിരിക്കും എഴുതേണ്ടി വരിക? അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ് ആണോ അതോ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് ആണോ? ബിഫോർ യു റൈറ്റ്. അതായത് ഇപ്പൊ അസറ്റ് വാങ്ങിയിട്ട് കമ്പനി നേരെ യൂസ് ചെയ്യാണ്, പ്രശ്നമില്ല. ഇപ്പൊ കമ്പനി കുറെ അസറ്റ്സ് വാങ്ങി, കുഞ്ഞു കുറെ അസറ്റ്സ് വാങ്ങിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കമ്പനി ഒരു വലിയ അസറ്റ് ആക്കി ഫോം ചെയ്യുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് വേണ്ടി ഒരു വലിയ മോട്ടോറാണ്. ഓക്കെ, മോട്ടറാണ്. അപ്പൊ മോട്ടറിന് വേണ്ടിയിട്ട് കുഞ്ഞു കുറെ കോമ്പണൻസ് കമ്പനി വാങ്ങിച്ചു, എന്നിട്ട് കമ്പനി തന്നെ ഇരുന്ന് മോട്ടർ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സ് ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സിന്റെ പോയിന്റ്സ് വേണം എഴുതാൻ. ഓൺ ദ അതർ ഹാൻഡ് കമ്പനി ഒരു അസറ്റ് നേരെ വാങ്ങി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സിന്റെ പോയിന്റ്സ് വേണം എഴുതാൻ. ക്ലിയർ ആയോ? ഓക്കെ. അതേപോലെ തന്നെ കമ്പനി ഏതെങ്കിലും അസറ്റ് ഡിസ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിസ്പോസലിന്റെ പോയിന്റ് എഴുതുക. നിങ്ങളോട് സിനാരിയോയ്ക്കകത്ത് കമ്പനി പുതിയൊരു അസറ്റ് വാങ്ങിച്ചു എന്നുള്ള കഥ പറഞ്ഞു, പക്ഷെ അവിടെ കൂടുതൽ എംഫസൈസ് ചെയ്തേക്കുന്ന അതിന്റെ ഡിപ്രിസിയേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ ഏത് പോയിന്റ് ആയിരിക്കണം കൂടുതൽ എഴുതേണ്ടി വരുന്നത്? ഡിപ്രിസിയേഷന്റെ വാലുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ് ആയിരിക്കും എഴുതേണ്ടി വരിക. ക്ലിയർ ആയോ? പെർഫെക്റ്റ്. സെയിം as കമ്പനിയുടെ അസറ്റ്സ് ഏതെങ്കിലും റീവാല്യൂ ചെയ്തു എന്ന് പറയാണ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ എന്തായിരിക്കും എഴുതുക? റീവാലുവേഷൻ ഓഫ് PPE ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സ് ആയിരിക്കും എഴുതേണ്ടി വരിക. ഇനി നോൺ കറന്റ് ലയബിലിറ്റിയുടെ സബ്സ്റ്റാൻറ്റീവ് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ നിങ്ങളോട് ഒരു കമ്പനി നോൺ കറന്റ് ലയബിലിറ്റി എടുത്തു, അതിന്റെ സബ്സ്റ്റാൻറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ എഴുതാൻ പറയുമോ? ഇല്ല. പകരം എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക മേ ബി
ബാങ്ക് ലോണിന്റെ സബ്സ്റ്റാൻറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഓവർ ആൻ ഇയർ നമുക്ക് പേ ചെയ്യേണ്ട എക്സ്പെൻസ് എന്താണോ അതെല്ലാം എന്തായിരിക്കും? നോൺ കറന്റ് ലയബിലിറ്റി ആയിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്രെഡിറ്ററിന്റെ കയ്യിൽ നിന്ന് ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ബോറോ ചെയ്തു അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ എടുത്തു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡിബഞ്ചറോ ലോൺ നോട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നോൺ കറന്റ് ലയബിലിറ്റീസ്. ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഓക്കെ, ഫൈൻ. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. മക്കളെ, ഞാൻ നിങ്ങളോട് സ്പെസിഫിക്കലി പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. നമുക്ക് പല തരത്തിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ചോദിക്കാം. ശരിയല്ലേ? ചിലപ്പോൾ നിങ്ങളോട് പറയാം കമ്പനി പേറ്റന്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വാങ്ങിച്ചു, ട്രേഡ് മാർക്ക് വാങ്ങിച്ചു, ബ്രാൻഡ് നെയിം വാങ്ങിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതെന്ത് ഐഡന്റിഫൈ ചെയ്യണം? അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോ പേറ്റന്റിന്റെ സബ്സ്റ്റാൻറ്റീവ് ചോദിച്ചാലും, കോപ്പിറൈറ്റിന്റെ ചോദിച്ചാലും, ട്രേഡ് മാർക്കിന്റെ ചോദിച്ചാലും, ദെൻ നമ്മുടെ ബ്രാൻഡ് നെയിമിന്റെ ചോദിച്ചാലും എല്ലാം എന്ത് തന്നെയായിരിക്കും? ഇൻടാഞ്ചിബിൾ അസറ്റ് തന്നെയായിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. അവിടെ നിങ്ങൾ സ്പെസിഫിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളോട് ചോദിക്കുന്ന ഇതായിരിക്കും: ദി കമ്പനി ഹാവ് ഡെവലപ്ഡ് എ ന്യൂ വെബ്സൈറ്റ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ പീരിയഡ്. The website is being built on a contract with a third-party agency, whereby the company will be having access to all services of this website for the next 10-year period. And blah, blah, blah. Kore scenario പറഞ്ഞിട്ടുണ്ട്. താഴെ നിങ്ങളോട് ചോദിക്കുകയാണ് what are the substantive procedure need to be performed by the auditor. അവിടെ എന്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആയിരിക്കും പറയേണ്ടി വരിക? എന്തായിരിക്കും വെബ്സൈറ്റിന്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ? എന്താ മക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ള വെബ്സൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ? നമുക്കറിയാം വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കമ്പനീസ് കൺട്രോൾ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യൂസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ the period for which it is available for use. Since it's being available for use for the next 10 years, അവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇൻടാഞ്ചിബിൾ അസറ്റ് നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അമോർട്ടൈസേഷൻ ചെയ്യണം. ആൻഡ് അതിന്റെ പോയിന്റ്സ് ആയിരിക്കണം എഴുതേണ്ടത്. ക്ലിയർ ആയോ പ്രോപ്പർലി? Is that clear everyone? Yes, sir. അപ്പോൾ ഇവിടെ വരുന്ന ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. എന്തായിരിക്കും? ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ ദ റാഷണൽ. അവർ 10 ഇയേഴ്സിലേക്ക് അമോർട്ടൈസ് ചെയ്യാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ ദ റാഷണൽ ഓൺ ദ basis for determining the useful life of intangible asset എന്ന് പറയുന്നത് പറയണം useful life of website and it's consider its reasonableness. Recalculate the amortization charge for the website. Inspect the specialized valuation report and agree the amount in the general ledger and the financial statements. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചുള്ള ജനറൽ പോയിന്റ്സ് വെച്ചും പറയാം. ഓക്കെ, മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ കമ്പനി ഏതെങ്കിലും ഒരു പുതിയ അസറ്റ് ഉണ്ടാക്കുകയാണ്, അതായത് അവർ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ പറയുന്നത് എന്തായിരിക്കും? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആയിരിക്കാം. സെയിം എസ് ആർ കമ്പനിക്ക് എന്തെങ്കിലും അതായതുള്ള ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നമ്മൾ പറയുന്നതിനെ പറ്റിയിട്ടായിരിക്കും ഗോയിങ് കൺസേൺ പ്രൊസീജിയർ ആയിരിക്കും. ഗോയിങ് കൺസേൺ പ്രൊസീജിയറും നിങ്ങൾക്ക് ഈ ഉള്ള ഏത് പോയിന്റ്സ് വേണേലും യൂസ് ചെയ്യാം. However, going concern procedure കേസിൽ കൂടുതലും സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതാനായിട്ട് നോക്കുക എപ്പോഴും. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രീപേയ്മെന്റ്സ് ആൻഡ് അക്രൂവൽസ്. എന്താ മക്കളെ പ്രീപേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ പ്രീപേയ്മെന്റ്സ്? പേയ്മെന്റ് ഇൻ അഡ്വാൻസ് അല്ലെ? നെക്സ്റ്റ് ഇയറിൽ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓൾറെഡി ഇപ്പോഴേ പേ ചെയ്യുന്നതിനെയാണ് പ്രീപേയ്മെന്റ്സ് വിളിക്കുക. അക്രൂവൽസ് എന്ന് പറഞ്ഞാലോ ലേറ്റ് ആയിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ പേയ്മെന്റ് കൊടുക്കണമായിരുന്നു പക്ഷെ കമ്പനി എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. നിങ്ങളോട് സിനാരിയോയിൽ പറയാണ് കമ്പനി ഒരു പർട്ടിക്കുലർ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ആൻഡ് അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സാലറി എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അത് കമ്പനി ആ ഒരു സാലറി എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നേരെ കൊണ്ടുപോയി അവിടെ എക്സ്പെൻസിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതരുത്. സാലറി എക്സ്പെൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുമ്പോഴേ അവിടെ നേരെ കൊണ്ടുപോയി നിങ്ങൾ പേറോളിന്റെ പോയിന്റ്സ് എഴുതരുത്, മാർക്ക് കിട്ടത്തില്ല. ദേ ക്യാൻ ബി ചാൻസസ് ആർ ഇറ്റ് മേ ബി എ പ്രീപേയ്മെന്റ് ഓർ ആൻ അക്രൂവൽ. കാരണം ഓൾറെഡി കൊടുക്കാനായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടായി, അത് കമ്പനി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ച് എന്തായി മാറും? ഒരു ലയബിലിറ്റി ആയി മാറും. കമ്പനിക്ക് ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള എമൗണ്ട് കമ്പനി ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് എന്തായിരിക്കും? ഒരു കറന്റ് അസറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എഴുതേണ്ടത് പ്രീപേയ്മെന്റ്സിന്റെയും അക്രൂവൽസിന്റെയും എമൗണ്ട് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കമ്പനി കൊടുക്കാനായിട്ടുള്ളത് കൊടുക്കുന്നതിനെ കുറിച്ചോ കൊടുക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രോപ്പർലി സിനാരിയോ വായിച്ച് മനസ്സിലാക്കുക.
അവിടെ എക്സ്പെൻസിനെ പറ്റി തന്നെയാണോ പറയുന്നത്, അതോ പ്രീപേയ്മെന്റ് അല്ലെങ്കിൽ അക്രൂവൽ നടത്തിയേക്കുന്നതിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്നുള്ളത് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക. ബിക്കോസ് ഇഫ് യു ഹവ് ഗോട്ട് എ ക്വസ്റ്റൻ ഓൺ ദ പ്രീപേയ്മെന്റ്സ്, അവിടെ ക്ലിയർലി നിങ്ങൾ എഴുതേണ്ടത് എന്തായിരിക്കും, പേയ്മെന്റിന് അഡ്വാൻസ് നടത്തിയതിനെ കുറിച്ചുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും റാദർ ദാൻ ഫോർ ദ എക്സ്പെൻസ്. അതേപോലെ തന്നെ ഇപ്പം ഇഫ് എ പർട്ടിക്കുലർ പേയ്മെന്റ് വിച്ച് ഹാവ് ടു ബി ഡൺ ഹാവ് നോട്ട് യെറ്റ് ബീൻ ഡൺ, അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ എഴുതേണ്ടത് എന്തിനെ പറ്റിയിട്ടായിരിക്കും, അക്രൂവൽസിനെ പറ്റിയിട്ടായിരിക്കും, അല്ലാണ്ട് എക്സ്പെൻസിനെ പറ്റിയിട്ടായിരിക്കത്തില്ല. ക്ലിയർ ആയോ മക്കളെ? Is that clear? Yes, sir. Perfect. സെയിം as that, ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ നടത്തുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ അവിടെയൊക്കെ സിനാരിയോയിൽ സ്പെസിഫിക്കലി നോക്കുക, കമ്പനി ഷെയർ ഇഷ്യൂ നടത്തുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്. കമ്പനി ഷെയർ ഇഷ്യൂ നടത്തുന്നത് മാർക്കറ്റ് വാല്യൂവിനെക്കാളും താത്തിയാണോ? അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്. അതേപോലെ തന്നെ കമ്പനി ഷെയർ ഇഷ്യൂ നടത്തുന്നത് പ്രീമിയത്തിലാണോ? പ്രീമിയം റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കേസിൽ മാത്രമല്ല, കമ്പനി ഒരു റൈറ്റ്സ് ഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞു. റൈറ്റ്സ് ഇഷ്യൂ നടത്തുമ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഈസ് ഓൾവേസ് സിമിലർ ടു ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇറ്റ്സെൽഫ്. അങ്ങനെയാണ് യു ക്യാൻ യൂസ് ഓൾമോസ്റ്റ് സെയിം പോയിന്റ്സ് ഫോർ ദ റൈറ്റ്സ് ഇഷ്യൂ ആസ് വെൽ. പക്ഷേ കമ്പനി ബോണസ് ഇഷ്യൂ ആണ് നടത്തിയെന്ന് പറയാണ്. ബോണസ് ഇഷ്യൂ ആണ് നടത്തിയെന്നുണ്ടെങ്കിൽ ഈ സെയിം പോയിന്റ്സ് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ബോണസ് ഇഷ്യൂന്റെ കേസ് കമ്പനിക്ക് ക്യാഷ് കിട്ടുമോ? ഇല്ല. പകരം ഇറ്റ്സ് ജസ്റ്റ് എ ക്യാപിറ്റലൈസേഷൻ ഓഫ് ദി റിസർവ്സ്. അപ്പം അവിടെ നിങ്ങൾ ആ മൂവ്മെന്റ് ഇൻ റിസർവിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. ബോണസ് ഇഷ്യൂ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് നോർമലി യൂസ് ടു ഗെറ്റ് ക്വസ്റ്റൻസ് ഓൺ റൈറ്റ്സ് ഇഷ്യൂ. റൈറ്റ്സ് ഇഷ്യൂവിനെ കുറിച്ചാണ് ചോദിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ പറയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെ യൂസ് ചെയ്യാം. ഡിവിഡൻസിന്റെ അതുപോലെ തന്നെ റിസർവ്സ്, കമ്പനിയുടെ ഏതെങ്കിലും റിസർവിനെ കുറിച്ച് നിങ്ങളോട് പറയാണ്. അങ്ങനെയാണ് അക്കോർഡിംഗ്ലി ആ റിസർവ്സിനെ പറ്റി എഴുതാം. ജനറൽ റിസർവോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാപിറ്റൽ റിഡംഷൻ റിസർവോ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ളതിനെ കാര്യത്തെക്കുറിച്ച് പറയാം. ഓവറോൾ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ചോദിക്കാം. എബോവ് ഓൾ, നമുക്ക് റീസെന്റ് ഉള്ള എക്സാംസിന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്, ദേ മൈറ്റ് ബി ആസ്കിങ് യു ഫോർ ഓഡിറ്റ് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ്. സോ ദേ വിൽ ബി ആസ്കിങ് യു ടു റൈറ്റ് ദ ഓഡിറ്റ് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ്, ഓർ ദേ മൈറ്റ് ആസ്ക് യു ടു റൈറ്റ് പ്രൊസീജിയേഴ്സ് ബൈ യൂസിങ് CAT or computer assisted auditing techniques. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ കാറ്റ് യൂസ് ചെയ്ത് ഓഡിറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 4 കാര്യങ്ങളാണ് ഒരു ഓഡിറ്റിന്റെ സമയത്ത് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. 1, നിങ്ങൾക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം. 2, റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് ചൂസ് ചെയ്യാം. 3, റീകാൽക്കുലേഷൻ അല്ലെ റീപെർഫോമൻസ് നടത്താം. 4, കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്താം. അപ്പൊ നിങ്ങളോട് എന്തിനെ പറ്റിയിട്ടാണോ കാറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാറ്റ്, റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് പറയാം? ഓഡിറ്റ് സോഫ്റ്റ്വെയർ ഹാവ് ടു ബി യൂസ് ടു പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് കറന്റ് ഇയർ receivables with the prior year and industry data. Audit software can be used to select a representative sample of the revenue for the further investigation. Audit software can be used to recalculate the amount of revenue, അല്ലെങ്കിൽ recalculate a sample of invoices to ensure mathematical accuracy. CAT can be used to undertake cut-off testing by undertaking last few sales invoice and goods dispatch note recorded related to the pre-year end and those related to the post-year end were excluded. Clear ayo? Is that clear everyone? Yes, sir. Okay. അപ്പോൾ ഓഡിറ്റ് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് മെയിൻലി നമ്മൾ 4 കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞേ? നമ്പർ 1, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെയോ സാമ്പിൾസ് സെലക്ഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യാം, റീകാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? പക്കാ? Is that clear everyone? Second question. സാമ്പിൾ സെലക്ഷന് വേണ്ടിയിട്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യൂലേ? റവന്യൂവിന്റെ സാമ്പിൾസോ റിസീവ്സിന്റെ സാമ്പിൾസോ ഏതിനാണോ സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടത് ആ സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നോർമലി നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക് അല്ലെങ്കിൽ കാറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഹൗ വി വിൽ ബി പെർഫോമിംഗ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. സോ ഇതാണ് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയാം. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സിനാരിയോയിലേക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ വീണ്ടും ഒന്നും കൂടി. നേരെ കൊണ്ടുപോയി പഠിച്ച കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? കിട്ടും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദി സിനാരിയോ ഡിമാൻഡ്സ്. ശരിയല്ലേ? സിനാരിയോയില് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പോ നമ്മളിപ്പോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി?
നമ്മൾ ഓൾറെഡി പറഞ്ഞു. വി ഹാവ് ഗോട്ട് മൾട്ടിപ്പിൾ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്കുള്ള പല കാറ്റഗറി ആയിരുന്നു നമ്മൾ പഠിച്ചത്. നമ്പർ 1 നമ്മൾ പറഞ്ഞു ജനറൽ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സെയിം as that സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ട്, സബ്സ്റ്റാൻറ്റീവ്സ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വി മൈറ്റ് ബി ഗെറ്റിംഗ് സബ്സ്റ്റാൻറ്റീവ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി scenario or on the basis of the multiple choice questions as well. And ഇതിൻ്റെ അകത്ത് ജനറൽ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ്. ജനറൽ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോംഡ് ഇൻ റിലേഷൻ ടു ദ അക്രൂവൽസ്. അക്രൂവൽസിന്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കുകയാണ്. സിനാരിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ എഴുതാം. 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് സിനാരിയോയിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ ജനറൽ ആയിട്ട് ഇപ്പോൾ കുറെ കോമൺ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിരുന്നു. അത് വെച്ച് സിനാരിയോനെ ബേസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് നേരെ കൊണ്ട് അപ്ലൈ ചെയ്യാം. 3 അസേഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. അസേഷൻ സ്പെസിഫിക് എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ഡാഷ് വാലുവേഷനോ എന്താണോ ചോദിക്കേണ്ടത് അത് ചോദിക്കാം. ഇനി അതേപോലെ തന്നെ നമ്മളോട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ ആയിട്ട് ചോദിക്കാം. സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ എന്തായിരിക്കും എഴുതേണ്ടത്, കമ്പാരിസൺസ് മാത്രമായിരിക്കണം എഴുതേണ്ടി വരിക. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടും റയർലി ചോദിക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സബ്സ്റ്റാൻറ്റീവ് തന്നിട്ട് അത് ഏത് അസേഷനെ ബേസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ആണെന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ലോജിക്കലി നോക്കുക അവിടെ എന്ത് പ്രൊസീജിയർ ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾക്ക് ഒരു അസേഷൻ തന്നിട്ട് അസേഷൻ കൺഫേം ചെയ്യാൻ എന്ത് പ്രൊസീജിയർ ആയിരിക്കണം ചെയ്യുന്നതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. either way നിങ്ങളോട് ചോദിക്കാം. ആൻഡ് അക്കോർഡിംഗ് ടു ദ സിനാരിയോ അത് ആൻസർ ചെയ്യുക. ക്ലിയർ ആയ മക്കളെ എല്ലാവർക്കും? Yes, sir. Okay. Yeah. So we'll just now look at some of sample questions from the revision kit. Well, we have already gone through those questions. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മെയിൻലി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന സബ്സ്റ്റാൻറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യരുത് ഒരിക്കലും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് മെയിൻലി അവിടെ ഒരു നോളജ് വേണ്ട എന്തിലായിരിക്കാം, നമുക്ക് അവിടെ എന്തൊക്കെ തരത്തിലുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ആണ് അവിടെ നോർമലി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് സബ്സ്റ്റാൻറ്റീവ്സ് ഏതൊക്കെ രീതിയിലാണ് നോർമലി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുന്നത്. സോ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടുപിടിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ട് കണ്ടുപിടിക്കുന്നുണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി ദേ വോണ്ട് ബി എനി ബെനിഫിറ്റ് വിത്ത് ദാറ്റ്. കാരണം നിങ്ങളുടെ ഫ്രണ്ട് അത് പറഞ്ഞു പോവും, പക്ഷെ നിങ്ങൾക്ക് അതിലൊരു നോളജേ കിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒറ്റയ്ക്കിരുന്ന് മാത്രം സബ്സ്റ്റാൻറ്റീവ്സ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? Is that clear everyone? Yes, sir. Fine. ഇനി രണ്ടാമത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, there's one issue with your revision kits. അതായത് നിങ്ങളുടെ റിവിഷൻ കിറ്റിന്റെ അകത്തുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിവിഷൻ കിറ്റിന്റെ അകത്ത് മെയിൻലി ഈ സബ്സ്റ്റാൻറ്റീവ്സ് സിനാരിയോനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. സിനാരിയോനെ ബേസ് ചെയ്തിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് പറയാതെ അവർ കുറെ സബ്സ്റ്റാൻറ്റീവ്സ് റാൻഡംലി എഴുതി പോയേക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റിവിഷൻ കിറ്റിൽ ആൻസേഴ്സ് നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും. അവർ 10 ആൻസർ ഉണ്ടെങ്കിൽ 10 എണ്ണത്തിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ദേ മൈറ്റ് നോട്ട് ഹാവ് ചേഞ്ച്ഡ് എനിത്തിങ് റിലേറ്റിംഗ് ടു സിനാരിയോ. വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്, പ്യൂർലി സിനാരിയോ സ്പെസിഫിക് ആണെങ്കിൽ മാത്രമാണ് അവർ സിനാരിയോ ബേസ്ഡ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യരുത്. എക്സാമിനർ എപ്പോഴും പറയുന്നതാണ് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതണം എന്ന്. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് ബി ദെയർ ഇൻ ദ സിനാരിയോ. സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പ്രോപ്പർലി സിനാരിയോനെ ബേസ് ചെയ്ത് നോക്കുക. ഇവിടെ എനിക്ക് എന്താണ് ശരിക്കും മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്താ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുക, തേർഡ് പാർട്ടീസ് ആരെങ്കിലും ഉണ്ടോ, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാൻ പറ്റുന്നത്, മാനേജ്മെന്റിന്റെ എന്തെങ്കിലും റിട്ടേൺ റെപ്രസെന്റേഷൻ ആയിട്ട് വാങ്ങാനുണ്ടോ, റീകാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ, കറണ്ട് ഇയറും പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുണ്ടോ, അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള രീതി വേണം നോക്കാനായിട്ട്. സോ ഒരു കാരണവശാലും ഡയറക്ട്ലി പഠിച്ച പോയിന്റ് തന്നെ കൊണ്ട് എഴുതി വെക്കരുത്. കാരണം നമ്മൾ ഇപ്പൊ പഠിച്ച പോയിന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ, അത് നിങ്ങൾക്ക് ഒരിക്കലും ബൈഹേർട്ട് ആയിട്ട് പഠിച്ചാൽ നേരെ എഴുതി വെക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബൈഹേർട്ട് പഠിച്ച് എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സിനാരിയോ എന്നുള്ള ഡേറ്റ കിട്ടിയാൽ അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള എഴുതാൻ നോക്കുക. അങ്ങനെ എഴുതുന്ന പോയിന്റ്സിനായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും മാർക്ക് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയ എല്ലാവർക്കും? Yes, sir. ഓക്കെ, ഫൈൻ.
So one sample question, which is important for everyone actually. So നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡാഷിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റൻ. വെൽ വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ബിഫോർ. ബട്ട് എങ്കിലും ഒന്ന് ക്വിക്ക്ലി ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് എല്ലാവരും പെട്ടെന്ന് ക്വിക്ക്ലി ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയേ മക്കളെ. Sir. Okay. So നമ്മളോട് ഇവിടെ എന്താ സിനാരിയോ അത് പറഞ്ഞേക്കുന്നത്? It is 1st July 2015. ഡാഷിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് 2.6 മില്യൺ ആണ് PBTയുടെ എമൗണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്ന 18 മില്യൺ ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? പോസിറ്റീവ് റിസീവബിൾ സർക്കുലറൈസേഷൻ അവർ അയച്ചു, എക്സ്റ്റേണൽ കൺഫർമേഷൻ അയച്ചു, റിസീവബിൾസിന്റെ ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഫിനാൻസ് ഡയറക്ടർ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണറിന്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവരൊരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു? ക്ലോസ് ചെയ്യാൻ പോവാണ്. അത് കാരണം കൊണ്ട് അവരുടെ എംപ്ലോയീസ് റിഡൻഡന്റ് ആവും, അവരുടെ ജോബ് പോകും എന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് അവരൊരു റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1,10,000 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇത്രയും കാര്യങ്ങളെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. മാരകമായ എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ ബി റിക്വയർമെന്റ് നോക്കിയേ. റിക്വയർമെന്റ് നമ്പർ ബി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? Describe the substantive procedure other than receivable circularization the auditor should perform to obtain sufficient appropriate audit evidence to verify each of the following assertion in relation to the dashing company's receivables. നമ്മളോട് പറയാണ് നമ്മൾ എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്. അതർ ദാൻ റിസീവബിൾ സർക്കുലറൈസേഷൻ, റിസീവബിൾ സർക്കുലറൈസേഷൻ അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഡാഷിംഗ് കമ്പനിയുടെ ഈ ഓരോ അസേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഡാഷിംഗ് കമ്പനിയുടെ റിസീവബിൾസിനെ കുറിച്ച് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആകെ അവർ പറഞ്ഞേക്കുന്നത് എന്ത് മാത്രമാ? റിസീവബിൾസ് ഓഡിറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. അവിടെ പോസിറ്റീവ് റിസീവബിൾ സർക്കുലറേഷൻ അവർ അയച്ചു എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് പോസിറ്റീവ് റിസീവബിൾ സർക്കുലറൈസേഷൻ അയക്കണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതൊരു പ്യുവർലി അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ലിറ്ററലി നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? 6 മാർക്സിന് നിങ്ങളോട് പറഞ്ഞു ഇവിടെ മാർക്ക് ഈക്വലി ആണ് സ്പ്ലിറ്റ് ആവുന്നതെന്ന്. സോ ഹിയർ യു വിൽ ഗെറ്റ് 2 മാർക്ക് ആൻഡ് ഓവർ ഹിയർ ഓൾസോ 2 മാർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മാർക്ക് per each point ആണ്. So you need to write 1 substantive relating to the accuracy valuation allocation, 1 substantive relating to the completeness, and 2 substantive relating to accuracy valuation allocation, completeness in 2 points, rights and obligation in 2 points. അപ്പോൾ ഇവിടെ നമ്മൾ റിസീവബിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണോ അസേഷൻ സ്പെസിഫിക് ആയിട്ട് പഠിച്ചേക്കുന്നത് ഇവിടുന്ന് ഓരോന്നിന്റെ അകത്തുനിന്നും 2 points വെച്ച് എഴുതുക. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ് ഫോർ ദാറ്റ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ പറഞ്ഞ ഏത് കാറ്റഗറി? അസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞത്. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ. Describe the substantive procedure auditors should perform to obtain sufficient appropriate audit evidence in relation to the redundancy provision at the year end. കമ്പനി ഒരു റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഇയർ എൻഡിന്റെ സമയത്ത്. ആ റിഡൻഡൻസി പ്രൊവിഷനുമായിട്ട് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇത് അസേർഷൻ സ്പെസിഫിക് ആണോ, ജനറൽ ആണോ, സിനാരിയോ സ്പെസിഫിക് ആണോ? സിനാരിയോ സ്പെസിഫിക് ആണ്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താ? അവരൊരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് ക്ലോസ് ചെയ്തു, നമ്പർ ഓഫ് എംപ്ലോയീസ് റിഡൻഡന്റ് ആയി, അല്ല റിഡൻഡന്റ് ആവും, അത് കാരണം കൊണ്ട് 1,10,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇത്രയാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ആൻഡ് ഈ കാര്യങ്ങളാണ് നമുക്കിവിടെ കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നാണ് പറയേണ്ടത്. സോ ഇറ്റ്സ് എ സിനാരിയോ സ്പെസിഫിക് ക്വസ്റ്റ്യൻ.
ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിനാരിയോയ്ക്കകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന പോയിന്റ്സ് ഉണ്ടാവും, അത് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് അഡ്വൈസബിൾ ടു യൂസ് ദ പോയിന്റ്സ് വിച്ച് വി ഹാവ് ലേൺഡ്. ശരിയല്ലേ? നിങ്ങളപ്പം ഈ സിനാരിയോയിൽ നോക്കുക, ഇവിടെ എനിക്ക് എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, ഇവിടെ എനിക്ക് ആരുടെ കയ്യിൽ നിന്നാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാനുള്ളത്, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാനുള്ളത്, മാനേജ്മെന്റിനോട് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാനായിട്ട് ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും റീകാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ, കറണ്ട് ഇയറും പ്രീവിയസ് ഇയർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ടോ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുമോ, ബോർഡ് മിനിറ്റ്സ് എനിക്ക് നോക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ നോട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ, കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് എന്താ അറിയോ, ഇവിടെ ശരിക്കും വേണ്ടി വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം വേണം ആലോചിച്ച് നോക്കാൻ. മക്കളെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഡൻഡൻസിയുടെ കേസ്. റിഡൻഡൻസിയുടെ കേസിൽ ഒരു കമ്പനി എപ്പോഴാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ. അതായത് ലിറ്ററലി പറഞ്ഞ അവിടെ കമ്പനിക്ക് എന്തുണ്ടാവണം? ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ, പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം, ഫ്യൂച്ചർ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടാവണം. അപ്പോ അത് കാരണം കൊണ്ട് ഇതൊക്കെ ഉണ്ടാവണം, എന്ത് നടക്കണം? അനൗൺസ്മെന്റ് നടക്കണം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചോദിക്കാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? ആലോചിച്ച് നോക്കുക. അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ടോ? അത് ആരോടായിരിക്കും ചോദിക്കാൻ പറ്റുക? മാനേജ്മെന്റ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എൻക്വയർ ദ ഫിനാൻസ് ഡയറക്ടർ എന്നുള്ള കാര്യം പറയാം. അപ്പൊ നിങ്ങൾ പറയാം ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ. എന്തായിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത്? വെദർ ദേ ഹാവ് മെയ്ഡ് എനി അനൗൺസ്മെന്റ് ഇൻ റിഡൻഡൻസി ടു ദ എംപ്ലോയീസ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ there is a present obligation as a result of the past event. Clear ആയോ? Yes. Okay. അപ്പോൾ നമ്മൾ ലിറ്ററലി എന്താ പറഞ്ഞത്? ഇവിടെ തന്നെയാണ് പറഞ്ഞത്, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about whether they have made the announcement in relation to the redundancy to the employees. എന്തിനു വേണ്ടിയിട്ടാ? In order to confirm whether there is a present obligation as a result of past event. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ അറിയേണ്ടത്? അവരൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അറിയാനുണ്ടോ? അവരെന്ത് അസംഷന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്ത് റാഷണൽ അസംഷന് പകരം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ടൈമാണ് യൂസ് ചെയ്യേണ്ടത്? റാഷണൽ എന്നുള്ള ടൈം യൂസ് ചെയ്യാം. എന്ത് റാഷണലിന്റെ ബേസിസിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് അറിയേണ്ടത്? Why do you want to know that? ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? obtain written representation from the management about the rationale on the basis of which provision have been recognized to ensure whether it is reasonable. Clear? The enquiry with management ചെയ്യാലോ? Enquiry with management ചെയ്യാം. പക്ഷേ the thing is that വീണ്ടും സെയിം പോയിന്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you lose the mark. മനസ്സിലായോ? ഓക്കെ. അപ്പം മാക്സിമം എന്ത് ചെയ്യുക? ഇപ്പം മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉള്ള സമയത്ത് ഇപ്പം റിട്ടേൺ റെപ്രസെന്റേഷൻ നമ്മൾ നോർമലി വാങ്ങാറ് എന്തിനു വേണ്ടിയിട്ട്? ഡിസ്കഷനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റാഷണലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. സോ യു ക്യാൻ ഓൾവേസ് പ്രിഫർ ഫോർ ദാറ്റ്. വെൻ യു ഗോട്ട് ആൻ അഡീഷണൽ പോയിന്റ് അതിൽ നിന്നാണ് എപ്പോഴും പ്രിഫറബിൾ. മനസ്സിലായോ? പിന്നെ ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാനുണ്ടോ മക്കളെ? ഉണ്ടോ? വേണമെന്നില്ലേ? റിഡൻഡൻസിക്ക് ആവശ്യം ഉള്ള എമൗണ്ട് എത്രയാണെന്ന് അറിയണം. ആരോടായിരിക്കും ചോദിക്കുന്നത്? You can review the correspondence between the dashing company and the employees in order to understand whether they have made the announcement in relation to the redundancy. ശരിയല്ലേ? ഡാഷിംഗ് കമ്പനിയുടെ എംപ്ലോയീസും കമ്പനി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ റിഡൻഡൻസി ആയിട്ട് റിലേറ്റഡ് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടോന്ന്? ഓക്കെ. ഇനി റിഡൻഡൻസിക്ക് ഇവർ പറയുന്ന 1,10,000 തന്നെയാണോ എമൗണ്ട് ഓഫ് ഔട്ട്ഫ്ലോ വരുന്നതെന്ന് അറിയണം. എങ്ങനെ അറിയാൻ പറ്റുക? ആരോടായിരിക്കും ചോദിക്കാൻ പറ്റുക? ആരോടെ ചോദിക്കാൻ പറ്റുന്നത്? ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ അവര് 1,10,000 തന്നെയാന്നല്ലേ പറയുള്ളൂ. കാരണം അവര് നമുക്ക് എപ്പോഴും എന്ത് തരത്തിലുള്ള കോമ്പൻസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളപ്പോൾ ആരായിരിക്കും അവിടെ വരുന്ന തേർഡ് പാർട്ടി? ലോയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? You can obtain external confirmation from the lawyer in order to understand the probable amount of cash outflow which will arise as a result of the redundancy. Clear ആയോ? ഓക്കെ. ഇനി ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ഓരോന്നോരോന്ന് നോക്ക്. റീകാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ?
നമുക്ക് ഈ സെയിം ബെഞ്ച് മാർക്ക് വെച്ച് തന്നെ പോട്ടോ. നമുക്ക് എന്തെങ്കിലും റീകാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ടോ? പ്രൊവിഷന്റെ എമൗണ്ട് അല്ലെ? നമുക്കിപ്പോ എന്ത് പറയാം? റീകാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിഡൻഡൻസി പ്രൊവിഷൻ, അല്ലെ റീകാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 1,10,000 എന്തിനു വേണ്ടിയിട്ടാ? in order to confirm the mathematical accuracy. ഇനി സെയിം as that ഇവിടെ എന്തെങ്കിലും അനലിറ്റിക്കൽ പ്രൊസീജിയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പ്രയർ ഇയർ ആയിട്ട് കമ്പാരിസൺ നടക്കുമോ? ഇൻഡസ്ട്രി ഡാറ്റ ആയിട്ട് കമ്പാരിസൺ നടത്താൻ പറ്റുമോ? ശരിയല്ലേ? കാരണം ഇതുപോലെ സിമിലർ ആയിട്ട് ഏതെങ്കിലും കമ്പനി റിഡൻഡൻസി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര കോസ്റ്റ് ആയെന്ന് നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? Perform analytical procedure by comparing the redundancy provision with the industry data, and in case of significant variance, discuss with the management about the reasons for the same. Clear ayo? Okay, fine. Ini same as that. ഇവിടെ ഏതെങ്കിലും എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാനായിട്ടുണ്ടോ? ടോട്ടൽ പ്രൊവിഷൻ എടുത്തിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ടോട്ടൽ പ്രൊവിഷന്റെ ബ്രേക്ക് ഡൗൺ. ടോട്ടൽ പ്രൊവിഷന്റെ ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് എന്ത് ചെയ്യാം? Expenses in relation to the redundancy, redundancy cost included എന്ന് നോക്കാം. ശരിയല്ലേ? Okay, so obtain the breakdown of the expenses, indirect expenses അല്ലെങ്കിൽ expenses in relation to the provision in order to confirm that the expense in relation to redundancy have been included in the statement of P&L. ഇനി കമ്പനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബോണ്ട് മിനിറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഏതായിരിക്കും? അനൗൺസ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ കമ്പനി ഹാവ് മെയ്ഡ് എനി അനൗൺസ്മെന്റ് ഇൻ റിലേഷൻ ടു ദ റിഡൻഡൻസി ടു ദ എംപ്ലോയീസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ റിഡൻഡൻസിയുടെ ആക്ച്വൽ എക്സ്പെൻസ് ഏത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും മാച്ച് ചെയ്യാൻ പറ്റുക? ഇയർ എൻഡിന് മുന്നേ ആണോ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ ചെയ്യുന്നത്? ഇയർ എൻഡിന് ശേഷമാണോ? ശേഷം. സോ പ്രോബബ്ലി കമ്പനി എപ്പോഴായിരിക്കും എക്സ്പെൻസ് പേ ചെയ്യാൻ ചാൻസ് ഉള്ളത്? പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക്. അങ്ങനെയാണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഡോക്യുമെന്റ് ഏതായിരിക്കും? ക്യാഷ് ബുക്ക്. പോസ്റ്റ് ഇയറും ക്യാഷ് ബുക്ക് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി, ഒരു കമ്പനി എപ്പോഴും ഇയർ എൻഡിന്റെ സമയത്ത് ലയബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട് ഇയർ എൻഡിന് ശേഷമാണ് പേ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? Okay, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? Agree the expenses in relation to the redundancy to the post year and cash book and bank statements in order to confirm whether the provision recognized is adequate as compared with the actual cash flow arising after the year end. Clear ayo? Okay, common ആയിട്ട് എല്ലാ കേസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും review the notes of financial statements to confirm whether the disclosure in relation to the redundancy are complete. Clear ayo? സർ ഇതില് അഗ്രി ഇത് കാസ്റ്റ് ചെയ്തിട്ട് അഗ്രി ചെയ്യാൻ പറ്റില്ലേ? സോറി, പ്രൊവിഷന് കാസ്റ്റ് ചെയ്തിട്ട് FS ആയിട്ട് അഗ്രി ചെയ്യാൻ പറ്റുമോ? കാസ്റ്റ് ചെയ്തിട്ട് FS ആയിട്ട് അഗ്രി ചെയ്യാലോ. കാസ്റ്റ് ചെയ്തിട്ട് FS ആയിട്ട് അഗ്രി ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റീകാൽക്കുലേഷൻ തന്നെയാണ്. ഓക്കെ, കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീകാൽക്കുലേറ്റ് തന്നെയാണ് കേട്ടോ. ഡയറക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്തതും പിന്നെ നമ്മുടെ ഈ മിനിറ്റ്സ് നോക്കിയതും ഒക്കെ സെയിം കാര്യം തന്നെയല്ലേ നോക്കുന്നത്? അപ്പൊ അത് 2 പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? 2 പോയിന്റ് ആയിട്ട് തന്നെ എഴുതാം. കാരണം നമ്മൾ മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടല്ലേ കൺഫേം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചില്ല, എപ്പോഴും നമ്മൾ ക്യുമുലേറ്റീവ് എവിഡൻസസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഒരു കാര്യം തന്നെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചോദിക്കും. അതായത് മാനേജ്മെന്റ് അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം സത്യമാണെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല, എപ്പോഴും ഒരു എവിഡൻസ് മറ്റേ എവിഡൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഫർദർ എവിഡൻസ് ചോദിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ നമുക്ക് 5 പോയിന്റ് വേണമെങ്കിൽ 2 ഇത് തന്നെ എഴുതാൻ പറ്റും. 2 അത് തന്നെ എഴുതാൻ പറ്റും, നോ ഇഷ്യൂസ്. അതായത് എപ്പോഴും പർപ്പസ് സെയിം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ചെയ്യുന്ന പ്രൊസീജിയർ നമുക്ക് വേണ്ട ഇൻഫർമേഷനും അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ആൻഡ് മോർ ഓവർ നമ്മളിപ്പോ കുറെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോ പറഞ്ഞ ഈ എല്ലാ പോയിന്റ്സ് ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വെൻ യു ഗെറ്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻ എത്ര പോയിന്റ്സ് എഴുതിയാൽ മതി? 5. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സ് വരുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് പ്യൂർലി എന്ത് സിനാരിയോ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി നീഡ് ടു ആൻസർ ദ സിനാരിയോ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ്സും എങ്ങനെ കൊണ്ട് യൂസ് ചെയ്യേണ്ടെന്നുള്ളതിനെ കുറിച്ച് ഏറെക്കുറെ ഐഡിയ ഇല്ല എല്ലാവർക്കും? ഓക്കെ, ഇനി ജനറൽ സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് സിനാരിയോയിൽ സ്പെസിഫിക്കലി ഒന്നും തന്നിട്ടുണ്ടാവില്ല. നിങ്ങളോട് നേരെ ചോദിക്കും വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ in relation to the accrual for income tax എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കാം. അപ്പോൾ
നോർമലി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരിക നിങ്ങളോട് ഓഡിറ്റ് റിസ്ക് 30 മാർക്സിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ 30 മാർക്സിന്റെ ഓഡിറ്റ് റിസ്കിന്റെ കൂട്ടത്തിലാണ് നോർമലി ജനറൽ സബ്സ്റ്റാൻഡീസ് വരാറ്. അപ്പൊ ജനറൽ സബ്സ്റ്റാൻഡീസിന്റെ കേസിൽ നേരെ നിങ്ങളോട് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ഒന്നും തരാതെ ചുമ്മാ സബ്സ്റ്റാൻഡീവ് അങ്ങ് ചോദിക്കായിരിക്കും ചെയ്യാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പോയിന്റ്സ് തന്നെ എഴുതിയാൽ മതി. പക്ഷേ എൻഷുർ വൺ തിങ് ദാറ്റ് അവിടെയും പ്രൊസീജിയർ ഉണ്ടാവണം, ഡോക്യുമെന്റ് അല്ലേ വേണ്ട ഇൻഫർമേഷൻ എന്താണോ അതുണ്ടാവണം, പേർപ്പസ് ഉണ്ടാവണം. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. ദെൻ MCQs as usual, നിങ്ങളോട് MCQs ഏത് രീതിയിൽ വേണമെങ്കിലും സബ്സ്റ്റാൻഡീവ്സ് ചോദിക്കാം. ഇനി ഇവിടെ തന്നേക്കെന്ന് നോക്കിയാൽ നിങ്ങളോട് ഡിസ്ക്രൈബ് ദ ഓഡിറ്റ് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് വിച്ച് വുഡ് ബി ക്യാരിഡ് ഔട്ട് ഡ്യൂറിംഗ് ദ ഓഡിറ്റ് ഓഫ് എസ് ഓഫ് കമ്പനീസ് ട്രേഡ് പേബിൾസ് ആൻഡ് അക്രൂവൽസ്. ട്രേഡ് പേബിൾ ആൻഡ് അക്രൂവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളോട് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നോർമലി ട്രേഡ് പേബിൾസ് ആൻഡ് അക്രൂവലുമായിട്ട് റിലേറ്റ് ചെയ്ത് സിനാരിയോ നിങ്ങളിപ്പോൾ വായിക്കണ്ട, കാരണം നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളൂ. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് പേബിൾസ് ആൻഡ് അക്രൂവൽസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയായിരിക്കും സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് നോർമലി ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാം? ഓഡിറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് trade payables and accruals with the prior year and industry data. Then software procedures can be used to select a representative sample of accruals for further investigation. Audit software can be used to recalculate the trade payables and accruals to ensure mathematical accuracy. And CAT can be used to undertake cut-off testing by assessing the last few trade payables. Appam GRN ആണോ GDN ആണോ? അതുപോലെ തന്നെ സെയിൽസ് ഇൻവോയ്സ് ആണോ അതോ പർച്ചേസ് ഇൻവോയ്സ് ആണോ? പർച്ചേസ് റെക്കോർഡ് റിലേറ്റ് ടു ദ പ്രീ ഇയർ ആൻഡ് ദോസ് റിലേറ്റ് ടു ദ പോസ്റ്റ് ഇയർ വെർ എക്സ്ക്ലൂഡഡ്. അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇനി സെയിം as ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഇമോളുമെന്റ്സ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇമോളുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ എഴുതുക. ഇനി ഇത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അസേർഷൻ സ്പെസിഫിക് എന്ന് പറയുന്നത്. നമ്മളോട് എന്ത് ചോദിക്കും? Describe the substantive procedure auditor should perform to obtain sufficient appropriate audit evidence in relation to the completeness of the company's income. Completeness ചോദിക്കുമ്പോൾ completeness തന്നെ നമ്മൾ എഴുതണം. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ അകത്ത് ട്രേഡ് പേയബിൾസ് പഠിച്ചിട്ടുണ്ട്. ട്രേഡ് പേയബിൾസും എക്സ്പെൻസസും സെയിം ആണ്, കോസ്റ്റ് ഓഫ് സെയിൽസും. അതേപോലെ തന്നെ ട്രേഡ് റിസീവബിൾസ് പഠിച്ചിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസും റവന്യൂവും സിമിലർ ആണ്. കാരണം റവന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? റിസീവബിൾസ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇൻകം അതന്നല്ലേ സർ? ഇൻകം അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ സോറി ട്രേഡ് പേയബിൾസും എക്സ്പെൻസും കോസ്റ്റ് ഓഫ് സെയിൽസിനെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാം. ഓക്കെ, കാരണം കോസ്റ്റ് ഓഫ് സെയിൽസ് കാരണം കൊണ്ടാണ് എന്തുണ്ടാവുക? പേയബിൾസ് ഉണ്ടാവുക. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ പേയബിൾസും അതും കണക്ട് ചെയ്ത് എഴുതാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് നോക്കിയാൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ ടു ദ റീവാലുവേഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ ഓഫ് PPE ചോദിച്ചു. അപ്പൊ റീവാലുവേഷൻ തന്നെ എഴുതണം അവിടെ. വാലുവേഷൻ ഓഫ് ഇൻവെന്ററി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഇൻവെന്ററിയുടെ വാലുവേഷൻ തന്നെ എഴുതുക. ദെൻ ബാങ്ക് ലോണിന്റെ ചോദിച്ചിട്ടുണ്ട്. അതെന്തായിരിക്കാം? ഇവിടെ വേറെ അസേഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഒന്നെങ്കിൽ സിനാരിയോ ബേസ്ഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ സ്പെസിഫിക് ടു ദ പോയിന്റ് ആയിരിക്കാം. അപ്പം അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ ആ ബേസിസിൽ ഓർത്ത് വെക്കുക. ക്ലിയർ ആയ മക്കളെല്ലാം? ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണോ പൈനാപ്പിൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ട് നിങ്ങൾക്ക്. പൈനാപ്പിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റൻ അത് ചോദിച്ചാൽ നോക്കി. ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ദ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ കൺഫേം ദ പൈനാപ്പിൾ കമ്പനീസ് റവന്യൂ. റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കമ്പനിയുടെ. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഒബ്റ്റെയിൻ ബ്രേക്ക് ഡൗൺ ഓഫ് ദി റവന്യൂ on the basis of the major product category and compare with the previous year. In case of significant differences, discuss with the management about the reasons for the same. Compare the current year revenue with that of the previous year, and in case of difference, investigate ചെയ്യാൻ പറയാം. Accordingly, clear ആയോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ചോദിക്കുക. അപ്പൊ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ചോദിച്ചു കഴിഞ്ഞാൽ as part of that നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കമ്പാരിസന്റെ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായ മക്കളെ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ഡിപ്രിസിയേഷൻ തന്നെ ചോദിക്കും. ഡിപ്രിസിയേഷൻ ചോദിക്കുമ്പോൾ സിനാരിയോയിൽ എന്താണ് ഡിപ്രിസിയേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നുള്ള ക്ലിയർലി വായിച്ച് മനസ്സിലാക്കുക. അതായത് ജസ്റ്റ് ഡിപ്രിസിയേഷന്റെ പോയിന്റ് ആണോ, അല്ലെങ്കിൽ കമ്പനി പുതുതായിട്ട് എന്തെങ്കിലും റീവാലുവേഷൻ നടത്തി എന്നുള്ള പറഞ്ഞിട്ടുണ്ടാവും റീസെന്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അവിടെ സിനാരിയോ സ്പെസിഫിക് ആയി. റീവാലുവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീവാല്യൂഡ് അസറ്റിന്റെ മേലെ പുതിയ റീവാല്യൂഡ് എമൗണ്ടിന് മേലെ ആയിരിക്കണം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അത് പറയണം.
റീവാല്യൂഡ് അസറ്റ് ഡിപ്രിസിയേഷൻ റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് PP വിത്ത് ദ പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്ത് നോക്കാൻ പറയാം. ഡിസ്ക്ലോഷേഴ്സ് പുതിയത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കാൻ പറയാം. അപ്പൊ അവിടെ അത് അക്കോർഡിംഗ്ലി ആയിരിക്കണം പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? Yes, sir. Okay. So this is how you will be getting questions on the area of substantive procedures. അപ്പൊ ഈ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. സോ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തതെന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വറീഡ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് കുറേയും കൂടി ടെൻസ്ഡ് ആയിട്ട് പോയിട്ട് ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ആണ് ചോദിച്ചതെന്നോ കൺഫ്യൂസ് ആക്കി തരാൻ വേണ്ടിയിട്ടല്ല. പകരം ഇത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച എന്താണോ അത് തന്നെ എഴുതി വെക്കുമ്പോൾ മാർക്ക് കിട്ടുന്ന ഒരു കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യും. ഹൗവെവർ നമ്മൾ സബ്സ്റ്റാൻറ്റീവ് അങ്ങനെ പഠിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ എക്സാമിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഫേസ് ചെയ്യില്ല. നിങ്ങൾ എക്സാമിന്റെ സമയത്ത് വളരെ കൂൾ മൈൻഡഡ് ആയിട്ട് പോവും. നിങ്ങൾ പോയി വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതും. യു വിൽ ബി റിയലി ഹാപ്പി ദാറ്റ് നിങ്ങൾക്ക് എന്താണ് പഠിച്ചത് എഴുതാൻ പറ്റി. കാരണം നമ്മുടെ ആ നോട്ട്സ് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നോട്ട്സിന്റെ അകത്തുള്ള സെയിം തന്നെ 90% നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാം എഴുതി തിരിച്ചു വരാൻ പറ്റും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ തന്നെ അറിയുന്നുണ്ടാവില്ല ഇത്രയും കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത്രയും രീതിയിൽ ഇത് ടെസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം. ആൻഡ് സപ്പോസ് എങ്ങാനും ബൈ ബാഡ് ലക്ക് നമുക്ക് ആ പേപ്പർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? സബ്സ്റ്റാൻറ്റീവ്സ് നമ്മൾ എഴുതി എല്ലാ കാര്യങ്ങളും എഴുതി എവിടെ മാർക്ക് പോയി എന്ന് അറിയില്ല എന്ന് വിചാരിക്കും. ബട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവും, ഓ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ എന്ന്. അപ്പൊ ആ ടെൻഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ സിനാരിയോയിൽ നോക്കാൻ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും സാധനങ്ങളുണ്ട്: സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ, അസേർഷൻ സ്പെസിഫിക്, ജനറൽ, സിനാരിയോ സ്പെസിഫിക്. ഇതിൽ ഏത് കാറ്റഗറി ആണെന്ന് ആദ്യമേ സിനാരിയോ നോക്കി മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കണം, എന്നിട്ട് എഴുതാൻ തുടങ്ങാവുള്ളൂ. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് ഇൻവെന്ററി റിലേറ്റഡ് ആണ്. ഓക്കെ, ഇൻവെന്ററിയുടെ എനിക്ക് ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഏതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്നും ആലോചിച്ച് നോക്കിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. എല്ലാവരും ക്ലിയർ ആയോ? Yes. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പൊ ഇത്രയാണ് ആസ് പാർട്ട് ഓഫ് ടുഡേ സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ മെയിൻലി ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പർലി നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നാളത്തെ സെഷനിലേക്ക് വരിക. ആൻഡ് ദി സെയിം റെക്കോർഡിംഗ് വിൽ ബി അവൈലബിൾ ഇൻ ദ യൂട്യൂബ് ആസ് വെൽ. അപ്പം നിങ്ങൾക്ക് സൗകര്യം പോലെ ബിഫോർ എക്സാം എനി ടൈം നിങ്ങൾക്ക് ഇത് കാണാം. ഐ ഹാവ് ഓൾസോ ഷെയർഡ് യു ദ നോട്ട്സ് ആൻഡ് ഇൻ കേസ് ഇഫ് യു വാണ്ട് യു ക്യാൻ ഓൾസോ സെർച്ച് ഇൻ ദ ഗൂഗിൾ ആൻഡ് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് അവർ സിലബസ്.